ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കരപ്പാട് വളരെ മാതൃകാപരമായി, വളരെ ശാസ്ത്രീയമായി ഒരു പദ്ധതി നടപ്പിലാക്കുക. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഇതിനുള്ള ശ്രമം തുടങ്ങിയിട്ട് കുറച്ചു കാലമായി എന്ന് എനിക്കറിയാം. ഏതായാലും വിജയകുമാർ മാസ്റ്ററുടെ പ്രിൻസിപ്പലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വിദ്യാലയ വികസന പദ്ധതി തയ്യാറാക്കുവാൻ ശ്രമം ഉണ്ടായത് വാസ്തവത്തിൽ ഇവിടുത്തെ കുട്ടികളുടെ, അവരുടെ കുടുംബത്തിൻ്റെ ഭാഗ്യമാണ്. ഏറ്റവും ശരിയായ ദിശയിലാണ് PTA മുന്നോട്ട് പോകുന്നത്. PTA-യും അവരുടെ അധ്യാപകരെയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ആദ്യമായി ഹൃദയം നിറഞ്ഞ്, മനസ്സ് നിറഞ്ഞ് അഭിനന്ദിക്കാം. ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ചിലർക്കെങ്കിലും എന്തിനാണ് ഇങ്ങനെ വികസന പദ്ധതി എന്ന ചോദ്യം മനസ്സിലുണ്ടാവാം. അതിനൊറ്റ വാചകത്തിൽ ഉത്തരം പറയാൻ കഴിയില്ല. മൊത്തം ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ അവതരണം അതിനൊരു ഉത്തരമാണ്. നമ്മൾ ഇപ്പോൾ നടത്തുന്ന വിദ്യാഭ്യാസം പണ്ട് നമ്മുടെ നാട്ടിൽ നടത്തിയിരുന്ന വിദ്യാഭ്യാസം അല്ല. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന വിദ്യാഭ്യാസ രീതിയല്ല ഇന്ന് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ രീതി എന്താണ് എന്ന് മനസ്സിലാക്കി ആ വിദ്യാഭ്യാസ രീതിയിലൂടെ നമ്മുടെ മക്കളെ വൈജ്ഞാനിക ലോകത്ത് എത്തിക്കേണ്ടതുണ്ട്. അതിന് വളരെ കൃത്യമായ ആസൂത്രണം വേണം, കൃത്യമായ പദ്ധതി വേണം. അത്തരത്തിലൊരു പദ്ധതിയാണ് ഇവിടെ നെയ്തെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത്. പണ്ട് നമ്മൾ പഠിച്ച പോലത്തെ എല്ലാ പഠനം എന്ന് ഞാൻ പറഞ്ഞു. പണ്ടത്തെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത ഒന്ന്, പുതിയ തലമുറയുടെ ബ്രെയിൻ വളരാൻ ആ വിദ്യാഭ്യാസ പദ്ധതി ഉദ്ദേശിച്ചിരുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസ രീതി, കൊളോണിയൽ വിദ്യാഭ്യാസം, മെക്കോളെ മിനിറ്റ്സ് എന്ന് പറഞ്ഞ് മെക്കോളെ പ്രഭുവിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ രീതി. അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്ന ഫ്യൂഡൽ വിദ്യാഭ്യാസ രീതി, ഇത് രണ്ടുമാണ് പഴയ വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം കേരള ജനതയെ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയെ വൈജ്ഞാനിക മണ്ഡലത്തിലേക്ക് ഉയർത്തണം എന്നതൊന്നും ആയിരുന്നില്ല. മറിച്ച് അന്നത്തെ ഭരണകൂടത്തിന് ആവശ്യമുള്ള ജീവനക്കാരെയും തൊഴിലാളികളെയും സൃഷ്ടിച്ചെടുക്കുക എന്നതായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അന്നത്തെ വിദ്യാഭ്യാസ പെഡഗോജിയും സിലബസും ടെക്സ്റ്റ് ബുക്കും ഒക്കെ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം, അന്ന് കുറേ ജീവനക്കാരെ അല്ലെങ്കിൽ കുറേ തൊഴിലാളികളെ, ബ്രിട്ടീഷുകാർക്ക് ആവശ്യമുള്ള കുറച്ച് പേരെ വാർത്തെടുക്കുക എന്നത് മാത്രമായിരുന്നു വിദ്യാഭ്യാസ ലക്ഷ്യം. അതനുസരിച്ചാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പം അതനുസരിച്ചൊരു പദ്ധതിയാണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ അന്ന് ഉണ്ടായിരുന്നത്. അത്രയും മതി. നമ്മുടെ ബ്രെയിനിന് പൊട്ടൻഷ്യൽ ഇല്ലാത്തതുകൊണ്ടല്ല, അതിത്രയും വളർന്നാൽ മതി എന്ന് അന്നത്തെ ഭരണകൂടം തീരുമാനിച്ചതാണ്. അതുകൊണ്ട് അങ്ങനെ മതി. ഇതാണ് പഴയ വിദ്യാഭ്യാസം. എത്ര തവണ വേണമെങ്കിൽ പറയാം, മനസ്സിലായില്ലെങ്കിൽ കൈ പൊന്നിച്ചോളൂ, പല തവണ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കണം. പഴയ വിദ്യാഭ്യാസവും പുതിയ വിദ്യാഭ്യാസവും തമ്മിലുള്ള വ്യത്യാസം. പണ്ട് ഇത്രേ വേണ്ടു,
അവനെ തൽക്കാലം പഠിപ്പിച്ച് എന്തെങ്കിലും പണി ചെയ്യാൻ പ്രാപ്തനാക്കുക. അതനുസരിച്ച് സിലബസും പാഠപുസ്തകവും പരീക്ഷയൊക്കെ നടക്കുക. ഇത്രേ ഉള്ളൂ. ഇന്നതല്ല. ഇന്ന് ശ്രദ്ധിക്കണേ, ഇന്ന് ഒരു കുട്ടിയുടെ ബ്രെയിൻ പൊട്ടൻഷ്യൽ, അതായത് കുട്ടിയുടെ തലച്ചോറിൻ്റെ കഴിവ്, ബ്രെയിനിൻ്റെ കഴിവ്, അതിൻ്റെ പരമാവധി ഉയർത്താനാണ് ശ്രമിക്കുന്നത്. ഇതാണ് വ്യത്യാസം. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ വ്യത്യാസം മനസ്സിലാക്കണം. പണ്ട് ഇവിടെ ഇരിക്കുന്ന പലരും മുന്നിലിരിക്കുന്നതും ഇവിടെ ഇരിക്കുന്നതും ഞാനടക്കമുള്ളത് പഴയ വിദ്യാഭ്യാസ രീതിയിൽ പഠിച്ചു വന്നവരാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയുടെ പ്രത്യേകത ഓരോ ബ്രെയിനിൻ്റെയും പൊട്ടൻഷ്യൽ അനുസരിച്ച്, സാധ്യത അനുസരിച്ച് ആ ബ്രെയിനിനെ പരമാവധി വളർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ വ്യക്തി തൊഴിൽ ചെയ്യാൻ പ്രാപ്തനാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും അത്തരത്തിലുള്ള പണികൾ എടുക്കാൻ പ്രാപ്തനാണ്. പ്ലസ് ആ വ്യക്തി ചിന്തിക്കുവാൻ പ്രാപ്തനാണ്. പ്ലസ് ആ വ്യക്തി വൈജ്ഞാനിക മണ്ഡലത്തിൽ വിഹരിക്കുവാൻ പ്രാപ്തനാണ്. ഒരു തലമുറയെ വൈജ്ഞാനിക മണ്ഡലത്തിലേക്ക് ഉയർത്തലാണ് ആധുനിക വിദ്യാഭ്യാസം. പണ്ടതല്ല. ഈ വ്യത്യാസം മനസ്സിലായാൽ ഇതെന്തിനാന്ന് മനസ്സിലാവുള്ളൂ. അപ്പം അതുകൊണ്ട് തലമുറയെ വൈജ്ഞാനിക മണ്ഡലത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്ന ഒരു വലിയ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായി അതിന് കൃത്യമായ ആസൂത്രണം വേണം. ആ ആസൂത്രണ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾ എവിടേക്കാണ് പോകാൻ പോകുന്നത് എന്ന് അച്ഛനമ്മമാരും അധ്യാപകരുണ്ടെങ്കിൽ കേൾക്കണം. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു. പണ്ട് പോലെ എന്തെങ്കിലും കാണാപ്പാഠം പഠിച്ച് കുറച്ച് പരീക്ഷയ്ക്ക് മാർക്ക് നേടി ഇങ്ങനെ പോകുന്ന അതല്ല വിദ്യാഭ്യാസം. എന്തൊക്കെ എവിടെയൊക്കെ ഈ ബ്രെയിനിന് എത്താൻ പറ്റും അവിടെയൊക്കെ അതിനെത്താൻ പറ്റും. ചക്രവാളം വരെ ബ്രെയിനിനെ ഉയർത്താൻ പറ്റുന്നതാണ് ആധുനിക വിദ്യാഭ്യാസം. ഇതാണ് മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന, ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന പുരോഗമന വിദ്യാഭ്യാസം. ഇതാണ് ഇന്ന് കേരളത്തിൽ 2016 ശേഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി. അപ്പം അതുകൊണ്ട് ആ ഡിഫറൻസ്, ആ വ്യത്യാസം നമ്മൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളണം. എന്നിട്ട് ഇനി അടുത്ത കാര്യം പറയേണ്ടത് ഈ വ്യത്യാസത്തിലാണ്. അത് നമ്മുടെ മക്കൾ എന്തിനു വേണ്ടി ഒരുക്കുന്നു? പരീക്ഷയ്ക്കൊരിക്കൽ മാത്രമല്ല, പരീക്ഷയ്ക്കൊരുക്കുന്നതോടൊപ്പം തന്നെ ജീവിത വിജയത്തിനും ഒരുക്കുക പോരാ, ഒരു ജനതയുടെ വിജയത്തിനും ഒരുക്കുക. വലിയ ലക്ഷ്യമാണ് വിദ്യാഭ്യാസത്തിനുള്ളത്. ഇതാണ് ആധുനിക വിദ്യാഭ്യാസം. അതെങ്ങനെയാ എന്ന് ഞാൻ വളരെ ലളിതമായിട്ട് പറയും. പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് വിവരശേഖരണമായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ. വിവരശേഖരണം, കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻസ് എന്ന് പറയും. വിവരശേഖരണമായിരുന്നു വിദ്യാഭ്യാസം. അന്ന് വിവരം ശേഖരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ വളരെ ബുദ്ധിമുട്ടി പഠിച്ചു വന്നിട്ടുള്ള ആളാണ്, ജീവിച്ചതാണ്. ഇത് തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അച്ഛന് ജോലി 13 റുപ്യ ശമ്പളമുണ്ട്, മക്കളുണ്ട്, കുറേ പേര് വീട്ടിൽ ബുദ്ധിമുട്ടായി. 5ാം ക്ലാസ് വരെ വീട്ടിൽ പേപ്പർ പോലും കണ്ടിട്ടില്ല, റേഡിയോ ഇല്ല. പിന്നെ എങ്ങനെ വിവരം ശേഖരിക്കുക? തൊട്ടടുത്ത വായനശാലയിൽ ഒരു കൊളാമ്പി മൈക്കുണ്ട്. ഇപ്പോഴത്തെ തലമുറ പുതിയ കുട്ടികൾക്ക് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ആ കൊളാമ്പി മൈക്കിലൂടെ വരുന്ന വാർത്തകളും അതൊക്കെ കേട്ടിട്ടാണ് എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടുക. വിവരശേഖരണം ഒരു ടാസ്ക് ആയിരുന്നു. ഈ പോയിന്റ് പറയാനാണ് ഞാനത് പറഞ്ഞു. അന്ന് വിവരം ശേഖരിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ബുദ്ധിമുട്ടി വായനശാല ചെന്ന്, വായനശാല തുറന്നിരിക്കുമ്പോൾ അത് മൈക്ക് വയ്ക്കൽ ശ്രദ്ധിച്ച് കേട്ടിരുന്ന് അങ്ങനെ വിവരം ശേഖരിക്കുകയാണ്. പേപ്പറില്ല, വീട്ടിൽ പേപ്പറില്ല, പറ്റില്ല. ആണെങ്കിൽ തൊട്ടപ്പുറത്തങ്ങ് ഒരു പത്രം കാണും. വിവരം ശേഖരിക്കുക എന്നുള്ളത് വലിയ ടാസ്ക് ആയ ഒരു കാലത്ത് വിവരശേഖരണം എന്നത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പം അങ്ങനെ വിവരങ്ങൾ ശേഖരിക്കും. വിവരം ശേഖരിച്ച് പരീക്ഷ വരുമ്പോൾ
നമ്പർ 1, ഒന്ന്, വിവരം ശേഖരിച്ചിട്ടുണ്ടോ അന്വേഷണം. 2, ശേഖരിച്ച വിവരങ്ങൾ ഓർക്കുന്നുണ്ടോ. 3, ഓർക്കുന്നത് കടലാസിലേക്കോ സ്ലേറ്റിലേക്കോ പകർത്താൻ പറ്റുന്നുണ്ടോ. 3, ഇതാ പരീക്ഷ. ഇതാണ് പണ്ടത്തെ പരീക്ഷ. ഇത്രയുള്ളൂ പരീക്ഷ. അപ്പൊ വിവരശേഖരണം, ശേഖരിച്ചത് ഓർക്കൽ, ഓർത്തത് കടലാസിലേക്ക് പകർത്തൽ. ഇതിന്റെ ട്രെയിനിങ് മതി അമ്മ വിദ്യാഭ്യാസം. ഇതിന്റെ പദ്ധതി മതി അമ്മ. വിവരം എങ്ങനെയാ ശേഖരിക്കുക, അത് ഓർക്കുക, അത് പകർത്തുക. ഇതിനുള്ള പ്രാക്ടീസാണ് അന്നത്തെ വിദ്യാഭ്യാസം. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രക്രിയയ്ക്ക് വേണ്ടിയാണ് അന്ന് വികസന പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നത്. ഇതേപോലെ പദ്ധതി നിർമ്മാണമൊന്നും ഉണ്ടായിരുന്നുണ്ടാവില്ല, പക്ഷേ അധ്യാപകരുടെയൊക്കെ മനസ്സിൽ ഉണ്ടായിരുന്നുണ്ടാവും. ഇതാണ് ക്ലാസിക്കൽ വിദ്യാഭ്യാസം, സാമ്പ്രദായിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൊക്കെ തയ്യാറാക്കിയ വിദ്യാഭ്യാസത്തിന്റെ രീതി. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടാൽ മതി. ആ അറിഞ്ഞിരിക്കുന്ന കാര്യം മാത്രം മതി നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന ജോലി ചെയ്യാൻ അവിടെ നിന്നാൽ മതി. ഇതാണ് പഴയ വിദ്യാഭ്യാസം. പുതിയ വിദ്യാഭ്യാസം അതല്ല. അതിന് പെഡഗോജിക്കലായിട്ട് മാറ്റങ്ങളൊക്കെ ഉണ്ട്. സാങ്കേതികത്വത്തിലേക്ക് മുകളിൽ ആവശ്യമായി ചോദിച്ചാൽ പറഞ്ഞുതരാം. ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ ഇതൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ബ്രെയിനിന്റെ പൊട്ടൻഷ്യലിനെ പരമാവധി വളർത്തുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിലൂടെ ശരീരമല്ല വലുതാവുക, വിദ്യാഭ്യാസത്തിലൂടെ ഉയരം വയ്ക്കുകയെല്ലാം ചെയ്യുക. അതൊക്കെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഇടയ്ക്ക് നടന്നു. പക്ഷെ വിദ്യാഭ്യാസത്തിലൂടെ അല്ല അതൊന്നും നടക്കണത്. വിദ്യാഭ്യാസത്തിലൂടെ നടക്കുന്നത് ബ്രെയിനിന്റെ വളർച്ച മാത്രമാണ്. അതിലൂടെ ഉണ്ടാകുന്ന ബാക്കി അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷെ ഫോക്കസ് എന്ന് പറയുന്നത്, പ്രധാനമെന്നുള്ളത് ബ്രെയിനിന്റെ വളർച്ചയാണ്. ഒരു ബ്രെയിൻ ഏതെല്ലാം തലത്തിൽ വളരാൻ പറ്റുമോ ആ തരത്തിലൊക്കെ അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതാണ് പ്ലാൻ. ഇതാണ് ഈ പ്ലാന്റെ സയൻസ്. അതാണ്. അത് മനസ്സിലാവാൻ ഇന്നത്തെ വിദ്യാഭ്യാസം എന്താണ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ആധുനിക വിദ്യാഭ്യാസം, പുരോഗമന വിദ്യാഭ്യാസം. ശരി, ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ നിർവചനം ഇതാണ്. വിഷയപഠനം മാത്രമല്ല വിദ്യാഭ്യാസം. വിഷയപഠനം മാത്രമല്ല വിദ്യാഭ്യാസം, ജീവിത പഠനമാണ് വിദ്യാഭ്യാസം. ഒരു നിർവചനം ഞാൻ പറഞ്ഞു, ഇനി പറയാം, ബാക്കിയുള്ള പറയാം. അപ്പൊ നമ്മുടെ പ്ലാനിന്റെ ഉണ്ടാക്കാൻ പോകുന്ന പ്ലാനിന്റെ കോൺസെപ്റ്റിൽ ഇത് ഉൾക്കൊള്ളണം. ഏത്? വിദ്യാഭ്യാസം എന്നത് കേവലം വിഷയ പഠനം മാത്രമല്ല. പണ്ട് വിഷയ പഠനത്തിനെയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് വിഷയ പഠനത്തോടൊപ്പം ജീവിത പഠനവും വരുമ്പോൾ വിദ്യാഭ്യാസം എന്നത് ജീവിത പഠനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അവ പരീക്ഷയ്ക്ക് മാത്രം A+ കിട്ടിയാൽ പോരാ, ജീവിതത്തിലും A+ കിട്ടണം. ജീവിതത്തിന്റെ വളർച്ച, ജീവിതത്തിന്റെ ബൗദ്ധിക വികാസം പരമാവധി ആയാൽ മാത്രമേ ജീവിതത്തിൽ A+ കിട്ടുള്ളൂ. പലപ്പോഴും പരീക്ഷയ്ക്ക് A+ കിട്ടിയത് ധാരാളമുണ്ട്. ഫസ്റ്റ് റാങ്ക് എവിടെ നോക്കിയാലും റാങ്കാണ്. വിഷയം ഗംഭീരമായിട്ട് പഠിക്കും. പരീക്ഷ പഴയ പോലെ തന്നെ കുറെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല, അതിന് നല്ല മാർക്ക് കിട്ടും. പക്ഷേ ജീവിതം മുഴുവൻ പരാജയമാണ്. ജീവിതം മുഴുവൻ പരാജയമാണ്. ഇഷ്ടം പോലെ വ്യക്തികളെ നമുക്ക് ഇതിന് ചുറ്റും കാണാൻ കഴിയും. ആ ഒരു പ്രത്യേക പ്രശ്നം ഉണ്ടാകരുത് എന്ന് കരുതിയിരിക്കുകയാണ് ആധുനിക വിദ്യാഭ്യാസത്തിൽ. അതുകൊണ്ട് പരീക്ഷയ്ക്കുള്ള പഠനം മാത്രമല്ല, വിഷയ പഠനം മാത്രമല്ല, ജീവിത പഠനമാണ് വിദ്യാഭ്യാസം എന്ന സങ്കല്പം ഈ വികസന പദ്ധതിയുടെ കാതലായ വശമായിട്ട് വരണം. എന്തുകൊണ്ടാണ്? ജീവിതം കഴിഞ്ഞാൽ പഠനം കഴിഞ്ഞാൽ ജോലി കിട്ടാം, കുടുംബമാകാം. ജോലിയും കുടുംബവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും. ഈ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ പറ്റാത്തവരാണ് ജീവിതത്തിൽ പരാജയപ്പെടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുവാൻ സ്കൂൾ ക്യാമ്പസുകളും കോളേജ് ക്യാമ്പസുകളിലും കഴിഞ്ഞാൽ അതൊരു പഠനമായി മാറി പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള പഠനം കൂടി നടത്തുമ്പോൾ ജീവിതത്തിൽ അത്തരം വിഷയം വരുമ്പോൾ അത് അഡ്രസ് ചെയ്യാൻ എളുപ്പമാണ്. വെരി സിമ്പിൾ, വളരെ ലളിതമാണ്.
അതുകൊണ്ട് പൊതുവിദ്യാലയത്തിൽ പഠിച്ച കുട്ടി വിഷയം മാത്രമല്ല പഠിക്കുന്നത്, ജീവിതവും പഠിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സ്കൂൾ പോലെ പൊതുവിദ്യാലയം അല്ലാത്ത ഒരുപാട് സ്കൂളുകൾ നമുക്കറിയാം. അവിടെയെല്ലാം ബഹുഭൂരിപക്ഷവും വിഷയ പഠനങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് മാർക്കുണ്ടാവാം പരീക്ഷയ്ക്ക്, ഭാഷയും ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ ജീവിത പഠനം എന്നുള്ളത് ജീവിത പ്രശ്നങ്ങളുമായി അഡ്രസ് ചെയ്ത് ജീവിത പ്രശ്നങ്ങളെ ഏറ്റുമുട്ടി ജീവിത പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിർവചനം, ഈ വികസന പദ്ധതിയിൽ പ്രധാനമായി ഇൻക്ലൂഡ് ചെയ്യേണ്ട ആശയം ഇതാണ്: ഈ സ്കൂളിൽ നിന്നും പരപ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പഠിച്ചു വരുന്ന കുട്ടികൾ പരീക്ഷയെ അഡ്രസ് ചെയ്യാൻ മാത്രമല്ല പഠിച്ചിട്ടുള്ളത്, ജീവിതത്തെ അഡ്രസ് ചെയ്യാനും പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ജീവിതത്തിൽ A+ ഉണ്ടാവുക. ഇത് പഴയ വിദ്യാഭ്യാസ രീതിയുടെ വികസന പദ്ധതിയിൽ ഇല്ലാത്ത ഒരു മറ്റേ ലക്ഷ്യമാണ്. ജീവിതം പരീക്ഷ എപ്പോഴും മറ്റേ വിഷയ പഠനത്തിൽ ഊന്നി നിൽക്കുന്നതാണ്. അതുകൊണ്ട് നമ്പർ 1 വിദ്യാഭ്യാസത്തിൽ പ്രധാനപ്പെട്ട നിർവചനം, പൊതുവിദ്യാലയങ്ങൾക്ക് മാത്രം ബാധകമായ നിർവചനം, വിദ്യാഭ്യാസം എന്നത് വിഷയ പഠനം മാത്രമല്ല, ജീവിത പഠനമാണ്. അതുകൊണ്ടാണ് ക്യാമ്പസുകൾ ജൈവ വൈവിധ്യ ക്യാമ്പസുകളായിട്ട് മാറ്റണം. ഇവിടെ ഒരുപാട് കലാപരിപാടികൾ നടക്കണം, സ്പോർട്സ് നടക്കണം. അങ്ങനെ ജീവിതത്തിന്റെ വിവിധ അംശങ്ങൾ ഈ ക്യാമ്പസിൽ തന്നെ വന്ന് കുട്ടികൾ അത് കണ്ട് അഡ്രസ് ചെയ്ത് അവൻ്റെ ഉള്ളിൽ ചോദ്യങ്ങളും സ്വയം ഉത്തരങ്ങളും മറ്റെവിടുന്ന ഉത്തരങ്ങളും ശേഖരിച്ച് യഥാർത്ഥത്തെ ജീവിതത്തെ അഡ്രസ് ചെയ്യാൻ കുട്ടി പഠിക്കുന്ന വളർച്ചയാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. അത് പൊതുവിദ്യാലയങ്ങളിലേ ഉള്ളൂ. പൊതുവിദ്യാലയത്തിൽ മക്കളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മക്കളുടെയും ഭാഗ്യമാണ്, അച്ഛൻ്റെ അമ്മയുടെയും ഭാഗ്യമാണ്. ആ ജീവിതം കുറച്ച് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അവിടെ അഡ്രസ് ചെയ്യുന്നത് ജീവിതത്തെയാണ്. ഇത് വളരെ കീ പോയിന്റ് ആണ്. ജീവിതത്തെയാണ് അഡ്രസ് ചെയ്യുന്നത്, പരീക്ഷയല്ല. അതിന്റെ അർത്ഥം പരീക്ഷ വേണ്ടെന്നല്ല, തെറ്റിദ്ധരിക്കരുത്. പരീക്ഷ അഡ്രസ് ചെയ്യുന്നു, പ്ലസ് ജീവിതത്തെയും അഡ്രസ് ചെയ്യുന്നു. അതിന് കുറേ ഉദാഹരണങ്ങൾ ഇപ്പം അല്ല. അങ്ങനെ ഒരു വളരെ വിശദമായിട്ടൊരു അക്കാഡമിക് ക്ലാസ് അല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ വികസന പദ്ധതിയിൽ വേണ്ടത് ജീവിതത്തിലെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ ഇവിടുത്തെ മക്കൾക്ക് ഈ ക്യാമ്പസിലോ അനുബന്ധ ക്യാമ്പസുകളിലോ അനുബന്ധ പ്രദേശങ്ങളിലോ കഴിയണം. സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത്, സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത്, പ്രകൃതിയോടുള്ള പ്രതിബദ്ധത എന്ന് പറയുന്നതൊക്കെ ഈ ക്യാമ്പസിലെ പഠനത്തിനുള്ളിൽ തന്നെ വളർത്തി എടുത്തുകൊണ്ടുവരണം. ഇപ്പൊ നടക്കുന്ന കാലാവസ്ഥ വ്യതിയാനം, ആ വ്യതിയാനം എന്ന പ്രക്രിയയിൽ എനിക്കും അതിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ അതിൽ റോളുണ്ട് എന്ന് കുട്ടിക്ക് തോന്നത്തക്ക രീതിയിൽ മഴയെയും തുടർന്ന് വരുന്ന മഞ്ഞിനെയും ഇടിയെയും എല്ലാം ഉപയോഗിക്കാൻ ഈ വികസന പദ്ധതിക്ക് കഴിയണം. ഇതെന്താ ഇങ്ങനെ മഴ പെയ്യുന്നത്? എന്താ ആഗോളതാപനം പറയുന്നത്? ആഗോളതാപനം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് മഴയായിട്ട് എന്താ ബന്ധം? ഇതൊന്നും ക്ലാസ്സിൽ ചിലപ്പോൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും കിട്ടില്ല. കാരണം അവിടെ വളരെ എലിമെന്ററി ആയിട്ടുള്ള സിലബസ് അനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം ഈ സന്ദർഭം അനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ ഇവർക്ക് കഴിയണം. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ആഗോളതാപനം എന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ അന്തരീക്ഷം ചൂടാവുന്നു എന്ന്. ചൂടാവാൻ കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡും മീഥെയിനും പലതും ഒക്കെ അന്തരീക്ഷത്തിലേക്ക് വിട്ട് അന്തരീക്ഷം ചൂടായി. അന്തരീക്ഷം ചൂടായി എന്നുള്ളത് ഇങ്ങനെ മഴയായിട്ട് പറഞ്ഞേ. ഹലോ, കേൾക്കുന്നുണ്ടോ? മാഷാട്ടോ, അതുകൊണ്ട് ഇങ്ങനെ ചില ചോദ്യമൊക്കെ ഉണ്ടാവും. ഉത്തരവൊക്കെ ഞാൻ തന്നെ പറഞ്ഞോളാം, പഠിക്കണ്ട. ഉത്തരവൊക്കെ ഞാൻ തന്നെ പറഞ്ഞോളാം. ഞാൻ ചോദിച്ചത് കേട്ടാ? എന്നോടൊരു ക്ലാസ്സിൽ ഒരാൾ ചോദിച്ചതാണ്, ആഗോളതാപനം ഉണ്ടാകുന്നു എന്നൊക്കെ. ഞാനൊരു വിഷയം എടുക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുമല്ലോ, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞു. കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലല്ലേ മാഷേ? അതെത്ര കിലോമീറ്ററാ? ഒരുപാട് കിലോമീറ്റർ മുകളിലല്ലേ? അവിടെ ഇത്തിരി കാർബൺ ഡൈ ഓക്സൈഡ് കൂടിക്കോട്ടെ, അതിനിപ്പോൾ നമുക്കിപ്പോൾ എന്താ വലിയ പ്രശ്നം? ഇതൊരു സാധാരണക്കാരൻ്റെ മനസ്സിലുള്ള ചോദ്യമാണ്. നമ്മൾ വിടുന്ന ഓരോ തന്മാത്രയും നമുക്ക് തന്നെയാണ് പ്രശ്നമായിട്ട് വരുന്നത് എന്ന് തിയററ്റിക്കലി ചില പാഠങ്ങളിൽ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ചൂടുണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും അധ്യാപകൻ
കെമിസ്ട്രി അധ്യാപകരുണ്ടെങ്കിൽ, ഫിസിക്സ് അധ്യാപകരുണ്ടെങ്കിൽ അറിയാം. ബാക്കിയുള്ളവർക്ക് അറിയോ? വിഷമായിരിക്കും. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ്, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. 1 മണിക്കൂർ കുറച്ച് സമയത്തൂടെ ഇവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡ്, എൻ്റെ കൈ കാർബൺ ഡൈ ഓക്സൈഡാണ്. കണ്ടോ? എന്താണത്? ഒന്നും മിണ്ടു. എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ്? അന്തരീക്ഷത്തിൽ നിന്ന് അൾട്രാവയലറ്റ് രശ്മികൾ ഇങ്ങനെ വരും. അത് വന്ന് ഭൂമിയിൽ പതിക്കും. ഇങ്ങനെ ഭൂമിയിലേക്ക് വരുമ്പോൾ അന്തരീക്ഷം ചൂടാവും. ഭൂമിയിൽ പതിച്ചത് ഭൂമി ഏറ്റെടുക്കില്ല, കുറച്ച് ഏറ്റെടുക്കുള്ളൂ, ബാക്കി തിരിച്ചു പോകും. റേഡിയന്റ് എനർജി എന്ന് പറയും, തിരിച്ചു പോകും. അപ്പോഴും അന്തരീക്ഷം ചൂടാവും. എത്ര തവണ ചൂടായി? 2 തവണ. ഇങ്ങോട്ട് വരുമ്പോൾ ചൂട്, പറയൂ. അങ്ങോട്ട് പോകുമ്പോൾ ചൂട്. ഞാൻ പഠിപ്പിച്ചേ പോകുള്ളൂ കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ ചൂട്. ഇതാണ് ഇതാണ് അന്തരീക്ഷ താപം. ഇങ്ങോട്ട് വരുമ്പോൾ ചൂട്, അങ്ങോട്ട് പോകുമ്പോൾ ചൂട്. അതുകൊണ്ടുണ്ടാവുന്ന ചൂടാണ് അന്തരീക്ഷ താപം. 27 ഡിഗ്രി സെന്റിഗ്രേഡ്. അതിൻ്റെ ഇടയിൽ ആര് വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. എന്താ കാർബൺ ഡൈ ഓക്സൈഡ് വരും, സൂര്യരശ്മി വരും, ഭൂമിയെ തട്ടും, തിരിച്ചു പോകും. തിരിച്ച് മുകളിലേക്ക് പോകാൻ സമ്മതിക്കില്ല കാർബൺ ഡൈ ഓക്സൈഡ്. അവൻ പിടിക്കുകയില്ല. പിടിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വിടും. ഇപ്പം എത്ര തവണ ഈ അന്തരീക്ഷം ചൂടാവണത്? ആരും മിണ്ടല്ലേ? 3. അവിടെ നിൽക്കുമോ? ഇല്ല. അതെന്ത് ചെയ്യും? തിരിച്ചു പോകും. ഇപ്പം എത്ര തവണ ചൂടായത്? 4 തവണ. കാർബൺ ഡൈ ഓക്സൈഡ് വിടുവോ? ഇല്ല. അവനെന്ത് ചെയ്യും? പറയൂ. തിരിച്ചിങ്ങോട്ട് വിടും. ഇപ്പം എത്ര തവണ ചൂടാവണത്? 5 തവണ. ഭൂമി എടുക്കുവോ? ഇല്ല. തിരിച്ചു പോകും. ഇപ്പം എത്ര തവണയായി? 5 തവണ. നേരത്തെ പറഞ്ഞ എത്ര തവണയായിരുന്നു? 2 തവണ. ഇപ്പം എത്ര തവണയായി? 5 തവണ. അപ്പം എന്തായി? പണ്ടത്തേക്കാൾ 27 ഡിഗ്രിയേക്കാൾ ചൂട് കൂടി. വെരി സിമ്പിൾ, വളരെ ലളിതമാണ്. അതുകൂടി. അപ്പം ആഗോള താപനം ആയിക്കോട്ടെ. എന്താ കുഴപ്പത്തിൽ ചൂട് കൂടിയപ്പോൾ എന്താ കുഴപ്പം? ഭൂമിയുടെ പ്രത്യേകത, പ്രകൃതിയുടെ പ്രത്യേകത, ഇക്വിലിബ്രിയം നിലനിർത്താൻ നോക്കും ഭൂമി. സന്തുലനം നിലനിർത്താൻ നോക്കും. സന്തുലനം നിലനിർത്താൻ എങ്ങനെയാണ്? എന്തെങ്കിലും കൂടിയാൽ അത് കുറയ്ക്കാൻ നോക്കും. അടുത്ത് പറയും എന്തെങ്കിലും കുറഞ്ഞാൽ അത് പഴയ പോലെ കൂട്ടാൻ നോക്കും. ഇതാണ് പ്രകൃതി. വേറെ ഒന്നും പ്രകൃതി ശ്രദ്ധിക്കില്ല കേട്ടോ. ആർക്കെങ്കിലും വയ്യായ ഉണ്ടോ, സുഖമുണ്ടോ, ജീവിക്കുണ്ടോ, കറിയുണ്ടോ ഒന്നും നോക്കാം. അന്നേരം നോക്കില്ല. ഒറ്റ കാര്യമുള്ളൂ, സന്തുലനം നിലനിർത്തുക. കൂടിയാൽ കുറയ്ക്കും, കുറഞ്ഞാൽ കൂടും. ഇവിടെ എന്ത് കൂടിയെന്നാ പറഞ്ഞത്? ചൂട് കൂടി. ചൂട് കുറയ്ക്കാൻ നോക്കും. എങ്ങനെ കുറയ്ക്കുക? ചൂട് ആരാണ് ആദ്യം എടുക്കുക? അവർക്കോട് കൊടുക്കും. ആദ്യം ചൂടെടുക്കണ തന്മാത്ര പ്രപഞ്ചത്തിൽ വെള്ളമാണ്. H2O. ഇതിങ്ങനെ ആ കെമിസ്ട്രിക്കാർക്ക് അറിയില്ലോ. ഇൻവെർട്ടഡ് ബി ആയിട്ട് മോളിക്കൂളാണ് വെള്ളം എടുക്കുന്നത്. അവന് കടൽ ചൂടാവണേ. കടൽ ചൂടാകുമ്പോൾ എന്തുണ്ടാവും? നീരാവി വന്നു. നീരാവി എവിടേക്കാണ് വരിക? അന്തരീക്ഷത്തിലേക്ക് വന്നു. അന്തരീക്ഷത്തിൽ നീരാവി കൂടിയാൽ എന്ത് ചെയ്യും പ്രകൃതി? അന്തരീക്ഷത്തിൽ നീരാവി കൂടിയാൽ എന്ത് ചെയ്യും പ്രകൃതി? അന്തരീക്ഷത്തിൽ നീരാവി കൂടിയാൽ എന്ത് ചെയ്യും? എനിക്ക് വിക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ അന്തരീക്ഷത്തിൽ നീരാവി കൂടിയാൽ പറയൂ കുറയ്ക്കാൻ നോക്കും. കുറയ്ക്കുക എങ്ങനെയാ? താഴത്തേക്ക് പെയ്യ. അപ്പൊ ചൂട് എവിടെ വരെ എത്തി? പെയ്ത്ത് വരെ എത്തി. കണ്ട, ഇത് പെയ്യുമ്പോ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പറയൂ അന്തരീക്ഷത്തിലേക്ക് വിട്ടതുകൊണ്ടാണ് ഈ വല്ലാണ്ടുള്ള പെയ്ത്ത്. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ പാൽപ്പായസം പോലെ കുടിക്കുന്ന ഒരു തന്മാത്രയെ പ്രപഞ്ചത്തിലുള്ളൂ. പാൽപ്പായസം പോലെ കുടിക്കുന്ന ഒരു തന്മാത്ര. അത് പച്ച നിറം, ക്ലോറോഫിൽ. അതെവിടെയുള്ളത്? മാസ്റ്റർ സത്യമല എവിടെയാണോ? അല്ല, എവിടെയാ? അതാണിത്. എന്താ ക്യാമ്പസ് എന്തിനാ? പറയൂ. ക്യാമ്പസ് എന്തിനാ? ആരോടാ ചോദിക്കുന്നത്? ക്യാമ്പസ് എന്തിനാ? പറയൂ. ജൈവ വൈവിധ്യ ക്യാമ്പസ് ആക്കി മാറ്റുന്നത്. ഇതെന്തിനാ ഇങ്ങനെ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ മനസ്സിലായി. അപ്പൊ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വിട്ടാലും നമുക്ക് ഉണ്ടാവണല്ലേ. അപ്പൊ പരമാവധി വിടല് കുറയ്ക്കുക. നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഇത് കുറയ്ക്കുക. നമുക്ക് പറ്റാവുന്നത്ര പറയൂ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. ജീവിതത്തിൽ വിജയത്തിനതേ ഒരു വഴിയെ കാണിക്കുക. ഒരെണ്ണം ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. സാന്ദർഭികമായി അങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ ഇതെല്ലാം ഞാൻ സൂചിപ്പിക്കുന്നത് വിഷയ പഠനത്തിനപ്പുറം ഒരു കുട്ടിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന പദ്ധതിയാണ് ഈ വികസന പദ്ധതി. ഇതൊന്നും പൊതുവിദ്യാലയത്തിലല്ലാതെ വേറെ ഒന്നുമില്ല. മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്
ഇങ്ങനെ എന്തെല്ലാം നിങ്ങൾ ഇരുന്ന് തന്നാൽ ഞാൻ നാളെ വൈകുന്നേരമാവുന്നവരെ ഈ ക്യാമ്പസിന് ഉപയോഗിച്ച് എന്താണ് ജീവിത ചിന്തകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തരാം. പാഠം പഠിച്ചോ? പഠിപ്പിച്ചു കഴിഞ്ഞോ? എന്നാ വീട്ടിൽ പൊക്കോളൂ. മനസ്സിലായില്ലേ? കേൾക്കണ്ട? പാഠം കഴിഞ്ഞാ? പഠിപ്പിച്ചു കഴിഞ്ഞോ? വായിച്ചില്ലേ? പൊക്കോളൂ. അവിടെ എന്ത് പഠിക്കണില്ല? ജീവിതം പഠിക്കണില്ല. ജീവിതം പഠിക്കാതെ ജീവിതത്തിൽ വിജയിക്കില്ല. എന്തിനീ മാസ്റ്റർ പ്ലാൻ? ബ്യൂട്ടിഫുൾ ആയിരിക്കണം. പരപ്പേട് ബ്യൂട്ടിഫുൾ ആയിരിക്കണം. ഞാൻ ഒരു എക്സാമ്പിളേ പറഞ്ഞുള്ളൂ. എത്ര വേണമെങ്കിലും പറഞ്ഞു, എത്ര വേണമെങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഓരോ കാഴ്ചയും ജീവിതത്തിലേക്ക് കൂട്ടി കൊണ്ടുവരണം. ഇത് കണ്ടോ മോനെ? ഇത് കണ്ടോ മോളെ? അതാണ് എന്താ ഓരോന്നും ജീവിതത്തിലേക്കാണ്. ഓരോ പാവപ്പെട്ടവനെ കാണുമ്പോൾ എന്താണ് ഓരോ പ്രശ്നങ്ങൾ കാണുമ്പോൾ അതൊക്കെ ഒന്ന് ഈ സ്കൂളിൻ്റെ ചുറ്റും നടത്തിക്കൊണ്ടുപോയാൽ എന്തെല്ലാം ജീവിതത്തിൽ കാണാൻ പറ്റും. അതൊക്കെ വിഷയം പഠിക്കുന്നേക്കാൾ എത്രയോ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. അപ്പോൾ മാസ്റ്റർ പ്ലാൻ എന്ന രീതിയിൽ വികസന പദ്ധതി വരുന്നത് അങ്ങനെയാണ്. ശരി, ഒന്നേ കേട്ടോ, ഇനി കേട്ടോ. അടുത്തത് യെസ്, ശ്രദ്ധിക്കുക. പണ്ടത്തെ കാര്യം എന്താണ്? കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻസ്, വിവരശേഖരണ വിദ്യാഭ്യാസം. ഇന്ന് അതല്ല എന്ന് പറഞ്ഞാൽ നിർത്തി. എന്താ ഇന്ന്? 4 ഘട്ടങ്ങളിലൂടെ നമ്മുടെ മക്കൾ കടന്നു പോകണം. 4 ഘട്ടങ്ങളിലൂടെ ശ്രദ്ധിച്ച് കേൾക്കണേ. 4 ഘട്ടങ്ങളിലൂടെ നമ്മുടെ മക്കൾ കടന്നു പോകണം. 1 വിവരം, ഇൻഫർമേഷൻ. ഇങ്ങോട്ട് നോക്കൂ. 2 അറിവ്, നോളജ്. ഉപയോഗിക്കാറുള്ളത് 2 പദങ്ങളാണ്, 2 ആശയങ്ങളാണ്. പറയൂ. ഒന്നാമത്തെ എന്താണ്? വിവരം. രണ്ടാമത്തെ എന്താണ്? അറിവ്. മൂന്നാമത്തേത് വിജ്ഞാനം. നാലാമത്തേത് ജ്ഞാനം. ഇത് 4 കൂടെ നമ്മുടെ മക്കളുടെ ബ്രെയിൻ കടന്നു പോകണം. ഇതാണ് ആധുനിക വിദ്യാഭ്യാസം. ജ്ഞാനസമൂഹം വെറുതെ വേണ്ടതല്ല. ഒരു സമൂഹം മുഴുവൻ ജ്ഞാനോത്പാദനത്തിന് തയ്യാറാകുന്നതിനെയാണ് ജ്ഞാനസമൂഹം എന്ന് പറയുന്നത്. ഈ 4 ഘട്ടങ്ങളിലൂടെ നമ്മുടെ മക്കളുടെ ബ്രെയിൻ കടത്തിക്കൊണ്ടുപോകാനുള്ള പ്രക്രിയയാണ് ഈ വികസന പദ്ധതി. എന്തിനാ എന്ന് ചോദിക്കുന്നത് ഒന്നുകൂടി പറയാം കേട്ടോ. 1 എൻ്റെപ്പം പറയുന്നു. 1 വിവരം, 2 അറിവ്, 3 വിജ്ഞാനം, 4 ജ്ഞാനം. നമ്മളിപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പോലെ ആക്കാൻ പോരെ എല്ലാവരെയും? ഒന്നുമല്ല. ശ്രീനാരായണ ഗുരു അതിൻ്റെ ജ്ഞാനത്തിൻ്റെ ശ്രീബുദ്ധനൊക്കെ അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ. ഒരു കർഷകനും ഈ തലത്തിലേക്ക് എത്താം. കൃഷി വളരെ യാന്ത്രികമായി ചെയ്യുന്നതിനപ്പുറം ഈ പ്രകൃതിയെ സംരക്ഷിക്കുവാനും ഈ ജീവജാലങ്ങൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുവാനും വലിയ സങ്കല്പങ്ങളുള്ളതാണ് കൃഷി എന്ന് തോന്നുന്ന ജ്ഞാനസങ്കല്പത്തോടെയും പറയുക കൃഷി ചെയ്യാം. ആരോടെ പറയുന്നത്? കേൾക്കണ്ട? ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ എവിടേക്ക് വളർന്നത്? ശ്രീബുദ്ധൻ, പിന്നെന്താണ് ശ്രീനാരായണ ഗുരു. അതൊക്കെ ജ്ഞാനം തന്നെയാണ്. നമ്മൾ ഏത് രംഗത്താണോ നമ്മൾ പാഠപുസ്തകങ്ങളിലൂടെ പഠിച്ച് പരീക്ഷ എഴുതി വരുന്നത് ആ രംഗത്ത് പറയൂ ജ്ഞാനോത്പാദകരും കൂടിയായി മാറണം. അതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. കൃഷി ചെയ്യാൻ എങ്ങനെയാ? കൈക്കോട്ടെടുക്കുക, എന്തെങ്കിലും പുഴുണ്ടെങ്കിൽ അപ്പടിച്ചു, പിന്നെ എന്തെന്നാലും പറയാ കീടനാശിനി അടിച്ചു, കാശുണ്ട്. എങ്ങനെ കാശുണ്ടാക്കുക എന്ന് മാത്രം കൃഷി ചെയ്യാൻ വലിയ സിമ്പിളാണ്. പണം ഉണ്ടാക്കിക്കോട്ടെ വേണ്ടാന്നല്ല, വസ്തുക്കൾ ഉണ്ടാക്കിക്കോട്ടെ വേണ്ടാന്നല്ല. അത് ഈ മണ്ണിന്റെ നന്മയ്ക്കും അന്തരീക്ഷത്തിന്റെ നന്മയ്ക്കും മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണം എന്നുള്ള പ്രകൃതി സങ്കല്പം ഉൾക്കൊള്ളുമ്പോൾ ആ കർഷകന് ജ്ഞാനം ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് ഓരോ വിഷയത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. ഞാൻ പറഞ്ഞുതരാം സിമ്പിൾ ഉദാഹരണങ്ങൾ. അപ്പൊ 4 ഘട്ടങ്ങൾ. എന്താ ഈ മാസ്റ്റർ പ്ലാൻ? ഈ 4 ഘട്ടങ്ങളിലൂടെ നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികളെ എത്തിക്കാനാണോ? പറ്റില്ല. ഈ സ്കൂളിൽ പറ്റില്ല. ഈ സ്കൂളിൽ അത് 1ൽ നിന്നും 2ാമത്തെ ഘട്ടത്തിലേക്ക് എത്തിക്കാനേ കഴിയൂ. 2ൽ നിന്നും 3 എത്തിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്താണ്. 3ൽ നിന്നും 4ൽ എത്തിക്കുന്നത് സർവകലാശാല വിദ്യാഭ്യാസത്തിലാണ്.
അവ സർവകലാശാല വിദ്യാഭ്യാസ ജ്ഞാനോത്പാദനത്തിന് തയ്യാറാക്കാൻ നമ്മുടെ സ്കൂളിലെ കുട്ടികളെ നമ്മൾ തയ്യാറെടുപ്പിക്കുന്നു. വിവരത്തിൽ നിന്നും പിന്നെ അറിവിലേക്കുള്ള യാത്ര സുഗമമാക്കുവാനുള്ള പദ്ധതി. ശരി, ഇപ്പൊ എന്തൊക്കെയാ ഞാൻ പറഞ്ഞത്? 4. ഇത് തമ്മിലുള്ള വ്യത്യാസം അത് എങ്ങനെയാണ്? ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കും, ഒറ്റ ചോദ്യം, എല്ലാവരും ഉത്തരം പറയണം. വളരെ സിമ്പിളാണ്. ചോദിക്കട്ടെ? ചോദിച്ചോട്ടെ. മുല്ലപ്പൂവിന്റെ നിറം എന്താണ്? ഉറക്കെ പറയുന്നു. ഇപ്പൊ ടീച്ചർമാരൊന്നും ഇല്ലാണ്ടില്ല. ഇയാളിപ്പോ ഒരു ചോദ്യം ചോദിച്ചില്ല. ഇത്ര ചെറിയ ചോദ്യമാണോ? ആയിക്കോട്ടെ, ചെറിയതാണ്, ഞാൻ പറയട്ടെ. പറയൂ, എന്താ നിറം? വെള്ള. ആർക്കും തെറ്റിയിട്ടില്ലല്ലോ? ഇല്ല. ഫുൾ A+ അല്ലേ? അതെ. ഇതൊരു വിവരാണ്. കണ്ണുകളെ കൊണ്ട് പറയൂ, കണ്ട് അത് വെള്ളയാണെന്ന് അച്ഛനോ അമ്മയോ പറഞ്ഞ് ഒരു വിവരാണ്, ഒരു ഇൻഫർമേഷനാണ്. നോക്കണേ, ഒരു ഇൻഫർമേഷനാണ്, ഒരു വിവരാണ്. കണിക്കൊന്ന പൂവിന്റെ നിറം എന്താ? അറിയാം. എന്താണ് അത്? മഞ്ഞയാണ്. വേറൊരു വിവരാണ്, വിവരം, ഇൻഫർമേഷൻ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? എല്ലാവരും ഉത്തരം പറയണം കേട്ടോ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇവിടെ നോക്കൂ, എന്താ മുല്ലപ്പൂവിന് വെള്ള നിറം? ഹലോ, ഗൗരവത്തിലിരിക്കുന്നവരൊക്കെ ഉണ്ട്. ഇവരെ പറയട്ടെ ഉത്തരം. വിവരേ ഉള്ളൂ. അടുത്ത് പറയൂ. അറിവില്ല. ഇതല്ല പഠനം, ഇതല്ല ആധുനിക പഠനം. വിവരേ ഉള്ളൂ. പറയൂ. അറിവില്ല. ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ? കൊച്ചാണ്, വളരെ ചെറിയ. മഴവില്ലിൽ എത്ര നിറമുണ്ട്? ഇപ്പൊ മിണ്ടാത്തതാണ്, എന്തോ ഒരു തകരാറുണ്ട് എന്ന് തോന്നിയിട്ടില്ല. പറയൂ, എത്രയാ? ഓർത്ത് പറയാം. ചെറുത് നോക്കില്ല. 7 അല്ലേ? തെറ്റാ. 10ാം ക്ലാസ് വരെയൊക്കെ മാർക്ക് തരാം. +2 അതിന്റെ മുകളിലേക്ക് ഡിഗ്രിക്കൊക്കെ 7 അപ്പർ വെട്ടും സൈഡിൽ 0 മാർക്കില്ല. എന്താണോ? നിങ്ങളുടെ ഉത്തരം ശരിയാവും. കേൾക്കണ്ട, നിങ്ങളുടെ ഉത്തരം ശരിയാവാൻ ഞാൻ ചോദ്യം മാറ്റാം. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ഉത്തരം ഏതുത്തരം 7 എന്നുള്ളത് ശരിയാവാൻ ഞാൻ ചോദ്യം മാറ്റാം. ചോദ്യം മാറ്റാം. മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന എത്ര വർണ്ണങ്ങൾ മഴവില്ലിനുണ്ട്? കറക്റ്റാണ്. എത്രയാണ്? 7. അതിൻ്റെ അർത്ഥം 7 അല്ലാത്ത പല വർണ്ണങ്ങളും അതിലുണ്ട്. വയലറ്റിൻ്റെ അപ്പുറത്ത് അൾട്രാ വയലറ്റ് ഉണ്ട്, റെഡിൻ്റെ അപ്പുറത്ത് ഇൻഫ്രാറെഡ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഫാർ ഇൻഫ്രാറെഡ് ഉണ്ട്, ഇതിൻ്റെ അപ്പുറത്ത് എക്സ്റേസ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഗാമ റേസ് ഉണ്ട്. അതൊരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് എന്താണ് റേസ് ഉണ്ട്. പക്ഷേ 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 ഒന്ന് പറയൂ, ഞാൻ പോക്കോട്ടെ. പക്ഷേ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. എന്താ? വിവരത്തിൽ നിന്നും പറയൂ, കുറേശ്ശെ പറയൂ, അറിവിന്റെ തലത്തിലേക്ക് വരണം. എന്താ കാണാൻ പറ്റാത്തത്? അപ്പൊ ഞാനൊരു ക്ലാസ്സിൽ ഈ വിഷയം പറഞ്ഞപ്പോ ഒരു കുട്ടി എന്നോട് മാഷൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഇതാണ് വളർച്ച, ഇതാണ് വളർച്ച. കുട്ടികൾ പഠിക്കുമ്പോൾ അവർ അന്വേഷിക്കുന്നവരായിട്ട് മാറുക, ചോദ്യം ചോദിക്കുന്നവരായിട്ട് മാറുക. ഒരാളെ ചോദ്യം ചോദിച്ച് തോൽപ്പിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. അവരുടെ മനസ്സിൽ അന്വേഷണ ഭാവം വരിക എന്നാണ് അതിൻ്റെ അർത്ഥം. ആ കുട്ടി ചോദിച്ചത് എന്താണെന്ന് എന്നോട്, മാഷേ ഇപ്പൊ പറഞ്ഞത് ശരിയാണ്, മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന 7 വർണ്ണങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞത് ശരിയാണ്. ഭൂമിയില് ഈ 7 അല്ലാത്ത വർണ്ണങ്ങളും കാണാൻ പറ്റുന്ന ഏതെങ്കിലും ജീവികളുണ്ടോ? ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഒരു കുട്ടി ചോദിച്ചു ചോദിച്ചാൽ ഉണ്ട്.
മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നില്ല, പക്ഷേ അത് കാണാൻ പറ്റുന്ന പല ജീവികളും ഭൂമിയിലുണ്ട്. ഇനി ഒന്നുകൂടി ഒരു ആലങ്കാരികമായിട്ട് അല്ലെങ്കിൽ കാൽപ്പനികമായിട്ട് കാണാവുന്ന ഒന്ന് ഞാൻ പറയാം. മനുഷ്യന്റെ ഒപ്റ്റിക് നെർവ്, അതായത് നമ്മുടെ കണ്ണുകൾക്ക് നെർവ്സ്, ഒപ്റ്റിക് നെർവ്സ് ഇതിനേക്കാൾ പവർഫുൾ ആയിരുന്നുവെങ്കിൽ വേറൊരു വർണ്ണപ്രപഞ്ചം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. മനസ്സിലായില്ല? കൊണ്ടില്ല ഉള്ളിയോ? കേൾക്കുണ്ടോ? നമ്മുടെ ഒപ്റ്റിക് നെർവ് ഇന്നത്തേക്കാൾ പവർഫുൾ ആയിരുന്നെങ്കിൽ പറയൂ, ഈ 7 വിട്ട് അപ്പുറം ഇപ്പുറം ഉള്ളതിനൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അതായത് വേറൊരു വർണ്ണപ്രപഞ്ചം നമുക്ക് ഉണ്ടാകുമായിരുന്നു, കാണാൻ പറ്റുമായിരുന്നു. ഇതൊക്കെ പ്രകാശം എന്നുള്ളതിൻ്റെ അറിവിലേക്കുള്ള യാത്രയാണ്. ഞാനിട്ടിരിക്കുന്ന ഷർട്ടിന്റെ നിറം എന്താ ഒന്ന് പറയൂ? പച്ച. എന്താ തെറ്റിൽ എന്തും ഇണ്ടാത്ത? അടുത്ത ചോദ്യം വേറെ പഠിക്കണ്ട. ചുവപ്പല്ലേ? അതെ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എടുത്തിരിക്കുന്ന ജാക്കറ്റിന്റെ നിറം എന്താ പറയൂ? പച്ച. ഇതുമ്മ വീണ ലൈറ്റ് വീണില്ല, അതുമ്മ വീണേ. അതെ. ആ 2 ലൈറ്റും വീണ കണ്ണ് ഒന്ന് തന്നെയല്ലേ? അതെ. ഇതെന്താ ഇത് ചുവപ്പ്? അത് പച്ച. വിവരമല്ല, അറിവ് എന്ന് മനസ്സിലാവാനായി ചില എക്സാമ്പിൾ പറഞ്ഞത്. ഈ വിവരമൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. എന്താ പഴയ പഠനം. ഇന്ന് ഇതെന്താണ്? ഇനി എന്തിന് കാരണം പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ ഒന്നും മനസ്സിലായില്ലോ എന്നുള്ളത് എനിക്ക് അതുകൊണ്ട് കാരണം പറയാം. കേട്ടോളൂ. പ്രകാശത്തിന്റെ വിവരത്തിൽ നിന്നും അറിവിലേക്കുള്ള യാത്രയാണ്. നോക്കിക്കോളൂ, അറിവിലേക്കുള്ള യാത്ര. ഈ ഷർട്ടിൽ സൂര്യപ്രകാശം വീഴുമ്പോൾ സൂര്യപ്രകാശത്തിൽ മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന 7 വർണ്ണങ്ങളിൽ റെഡ് ഒഴികെ എല്ലാ വർണ്ണങ്ങളും ഈ ഷർട്ടിന്റെ പ്രതലം വലിച്ചെടുക്കുന്നു, അബ്സോർബ് ചെയ്യുന്നു, ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. റെഡ് എന്നുള്ളത് മാത്രം ഈ ഷർട്ട് വലിച്ചെടുക്കുന്നില്ല. അതായത് റെഡ് എന്നുള്ള നിറം ഈ പ്രതലത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഈ പ്രതലത്തിൽ നിന്നും നിങ്ങളുടെ കണ്ണിൽ വീഴുന്നത് ഒരു രശ്മിയുള്ളൂ. ഇനിയെങ്കിലും പറയണേ, അതേതാ? റെഡാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല അല്ലേ? മക്കൾക്ക് മനസ്സിലാവുണ്ടോ? നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. എത്ര വർണ്ണങ്ങളുണ്ട് മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നത്? 7. അതെവിടെയാ വന്ന് വീഴുന്നത്? ഇവിടെ. ഈ തുണി എന്താ ചെയ്യണേ? 6 വർണ്ണത്തെയും വലിച്ചെടുക്കുക. ഒരെണ്ണത്തിന് മാത്രം വലിച്ചെടുക്കുന്നില്ല. അതേതാ? റെഡ് കളർ. വലിച്ചെടുക്കാതിരിക്കുമ്പോൾ അതെന്ത് ചെയ്യും? തിരിച്ച് പ്രതിഫലിക്കും. ഈ പ്രതിഫലിക്കുന്നതാണ് നിങ്ങളുടെ കണ്ണിൽ വീഴുന്നത്. അപ്പൊ ഇതെന്തായിട്ട് തോന്നി? ചുവപ്പായിട്ട് തോന്നി. ഈ വിജയകുമാർ മാഷ്ക്ക് എന്തിന്റെ പ്രാന്താണ്? അയാൾ എന്തിനു കൊണ്ടുവന്നല്ലേ? കേൾക്കുന്നു? മനസ്സിലായി? എവിടേക്ക് എത്തുന്നു? നമ്മുടെ കോമൺ ഒരു സാധാരണ ഇൻഫർമേഷനിൽ നിന്നും നോളജിലേക്കുള്ള യാത്രയുടെ ചെറിയ പടിയാണ് ഞാൻ പറഞ്ഞു. അപ്പൊ പ്രസിഡന്റിന്റെ ജാക്കറ്റിന്റെ നിറം പച്ചയാവാൻ എന്താ കാരണം? പറയാൻ പറ്റുമോ? പച്ചയല്ലാത്ത വർണ്ണത്തെയൊക്കെ അത് വലിച്ചെടുക്കുന്നു, പച്ച മാത്രം പ്രതിഫലിക്കുന്നു. യെസ്, നിങ്ങൾക്ക് പച്ച നിറം കാണുന്നു. അപ്പൊ അതുകൊണ്ട് അറിവിന്റെ വിവരം എന്നുള്ളത്, നിറത്തിന്റെ പ്രകാശത്തിന്റെ വിവരം അറിവായിട്ട് മാറുകയാണ്. ഇനി നോക്കൂ, അടുത്ത ഘട്ടം വിജ്ഞാനമാണ്. വിജ്ഞാനത്തിലേക്ക് എത്താൻ ഇങ്ങനെയൊന്നും എളുപ്പം പറ്റില്ല. ചോദ്യം ചോദിച്ചു, അതിന് കുറച്ച് അധ്വാനിച്ചു, ആ അധ്വാനത്തിന്റെ ഫലമായിട്ട് റിസൾട്ട് ഉണ്ടായി. അതാണ് അറിവ്. അറിവ് വിജ്ഞാനമാകണമെങ്കിൽ നോക്കണേ, അറിവ് വിജ്ഞാനമാകണമെങ്കിൽ ഡീപ്പായിട്ടുള്ള റീഡിങ്, വായന വേണം. അതായത് അറിവുകൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ട പലതും സമൂഹത്തിലുണ്ട്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട പല അറിവുകളും ഈ അറിവുകളുമായി ചേർത്തിട്ട് വേണം വിജ്ഞാന ഉൽപാദനത്തിന്. ഇത് മാസ്റ്റർ പ്ലാൻ ഇല്ലാതെ, ഇതിന് പദ്ധതിയില്ലാതെ, ഇതിന് സിലബസ് ഇല്ലാതെ, ഇതിന് കൃത്യമായ ദിശാബോധമില്ലാതെ പറയൂ വിജ്ഞാനമാവില്ല. നമ്മുടെ മനസ്സിൽ വിജ്ഞാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല.
ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഒന്നുകൂടി പറയാം. ഒന്ന് വിവരം, വിവരത്തിന്റെ മുകളിൽ അധ്വാനിക്കുക. അധ്വാനിക്കുന്ന കയ്യും മറ്റെന്താണ് ഉളിയും കൊട്ടടി എടുത്തിട്ടല്ല, ബ്രെയിനാണ് അധ്വാനിക്കുക. അധ്വാനിക്കുമ്പോൾ അതിൽ നിന്നും അറിവുണ്ടാവും. ഇനി എന്താ പറഞ്ഞത്? അറിവ് വിജ്ഞാനമാവണം. പ്രകാശം എന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു, പച്ചയും ചുവപ്പൊക്കെ ഞാൻ പറഞ്ഞു. കുറച്ചുകൂടി കഴിയുമ്പോൾ പ്രകാശം എന്നുള്ളത് പാർട്ടിക്കിളാണ് എന്ന് മനസ്സിലാവും, ഒരു കണിക എന്ന് മനസ്സിലാവും. അപ്പോഴേക്കും വേറൊരാൾ പറയും അത് വേവ് ആണ്, അത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പോഴും വേറൊരാൾ പറയും ഇത് രണ്ടും ഉണ്ട് എന്ന് മനസ്സിലാവും. അത് പ്രകാശത്തെ കുറിച്ചുള്ള വിജ്ഞാനമാണ്. അതും വിട്ട് അതിന്റെ മുകളിലേക്ക് വരുമ്പോൾ ദർശനങ്ങൾ തമ്മിൽ ഇതിനെ കൂട്ടിയോജിപ്പിച്ചാൽ തീർച്ചയായിട്ടും പ്രകാശം എന്നത് പ്രപഞ്ചത്തിന്റെ ഫിലോസഫിയാണ് എന്ന് മനസ്സിലാവും. പ്രപഞ്ചത്തിന്റെ ഫിലോസഫിയാണ് പ്രകാശം. അവിടേക്കൊക്കെ നമ്മുടെ മക്കൾക്ക് എത്താൻ പറ്റുമോ എന്ന് ചായൽ പോലില്ല. ഇങ്ങോട്ട് നോക്കിയെന്നാ മതി. ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കൂ. ഇത് സിമ്പിളായിട്ട് മനസ്സിലാവുന്നതല്ല, വെറുതെ അല്ല ഇവിടെ ഇങ്ങനെ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നത്. രണ്ടാളെങ്കിലും ശ്രദ്ധിച്ചാൽ ഇവിടുന്ന് 2 ശാസ്ത്രജ്ഞന്മാരുണ്ടാവും, ഉറപ്പാ. കേൾക്കണ്ടോ? 2 ആൾ ശ്രദ്ധിച്ചാൽ 2 ദാർശനികർ ഈ സ്കൂളിൽ നിന്ന് നാളെ ഉണ്ടാവും. ഇനി 20 കൊല്ലം കഴിയുമ്പോൾ എഴുതി വെച്ചോളൂ എന്തിനാ മീറ്റിംഗ് ഇവിടെ നടന്നതെന്നുള്ളതിന്റെ ഗുണം മനസ്സിലാവും. നമ്മൾ ഈ പരീക്ഷയ്ക്കുള്ള പഠനം എന്നുള്ള സിമ്പിൾ വേയിലൂടെ പഠിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. അവിടെ നിന്ന് ബ്രെയിനെ ഡെവലപ്പ് ചെയ്ത് ജ്ഞാനോത്പാദനത്തിന്റെ തലത്തിലേക്ക് ഇവർ എത്തിക്കാം. അതിന് വഴി ഒന്നുകൂടി ഞാൻ പറയാം. കുറെ പേര് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോ ഒക്കെ കയ്യിൽ വെച്ച് ഇങ്ങോട്ട് നോക്കൂ. വിവരം അറിവാവാൻ ചോദ്യങ്ങൾ ചോദിച്ച് അന്വേഷിച്ച് വിവരത്തെ അറിവാക്കി മാറ്റണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയാറുള്ളത് ഐസക് ന്യൂട്ടൺ ഒരു ദിവസം ഒരു ആപ്പിൾ മരത്തിന്റെ ചോദ്യം. ആപ്പിൾ മരം കുറെ നേരം ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴേ ഒരു ആപ്പിൾ താഴെ വീണു. ആപ്പിൾ താഴെ വീണു. രവീന്ദ്രനാഥനായിരുന്നു അത് കണ്ടിരുന്നത് എങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? പറയൂ എന്തിനാ അതെടുത്ത് സാധ്യത. എന്താ കാരണം? എനിക്കൊരു വിവരമേ ഉള്ളൂ, അത് ആപ്പിള് താഴേക്ക് വീഴുന്നു. ആപ്പിള് എന്താ ഞങ്ങൾക്ക് ഒറ്റ വിവരമുള്ളൂ, ഇത് മാത്രമേ നമുക്കുള്ളൂ. പക്ഷെ ഐസക് ന്യൂട്ടൺ ആപ്പിൾ താഴേക്ക് വീണ കണ്ടപ്പോൾ ന്യൂട്ടൺ ചോദിക്കുകയാണ് ഇതെന്താ? ഇതാണ് അധ്വാനം. ഇവിടെ നോക്കണേ, ഇതാണ് അധ്വാനം. അധ്വാനം എന്ന് പറയുന്നത് ബ്രെയിനിന്റെ അധ്വാനമാണ്, കായിക അധ്വാനമല്ല, മസിലിന്റെ അധ്വാനമല്ല, ബ്രെയിനിന്റെ അധ്വാനം. എന്താ ഈ ആപ്പിൾ താഴേക്ക് വീണേ? ഈ അന്വേഷണമാണ് അവിടുത്തെ അധ്വാനം. ഒരു പാറക്കല്ല് ശില്പമാവണമെങ്കിൽ അധ്വാനം വേണം, വിവരം അറിവാവണമെങ്കിലും അധ്വാനം വേണം. ഇവിടുത്തെ അധ്വാനം ബ്രെയിനിന്റെ അധ്വാനമാണ്. അങ്ങനെ അധ്വാനിച്ച് ഇതെന്താ താഴേക്ക് വീണേ? മുകളിലേക്ക് പോകൂടെ? അങ്ങനെ ഒരു ആപ്പിൾ എടുത്തിട്ട് മുകളിലേക്ക് നീക്കുക. മുകളിലേക്ക് പോകണ്ടല്ലേ, നല്ല സ്പീഡിൽ ആപ്പിൾ മുകളിലേക്ക് പോയി. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കത് താഴേക്ക് വീണു. അവിടെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ആപ്പിൾ താഴേക്ക് വീഴുന്നു, അത് തിന്നാനുള്ളതാണെന്നുള്ള വിവരം അറിവായിട്ടും വിജ്ഞാനമായിട്ടും ജ്ഞാനമായിട്ടും മാറിയപ്പോഴാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണമാണ് അതിന് കാരണം എന്ന ഉത്തരം കിട്ടിയത്. അതാ ഞാൻ പറഞ്ഞത്. ശ്രദ്ധിച്ചാൽ ഇവിടെ നിന്നും എന്താണ് ശാസ്ത്രജ്ഞനും ദാർശനികനും ഉണ്ടാവും. ഇത് നമ്മുടെ പാഠ്യപദ്ധതിയിലുണ്ട്, ഇത് നമ്മുടെ പഠിപ്പിക്കുന്ന രീതിശാസ്ത്രത്തിലുണ്ട്, ആധുനിക പാഠ്യപദ്ധതിയിലുണ്ട്. അത് നാം ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്നതിൽ നിന്നും തിരിച്ചെടുത്തു കൊണ്ടുവന്നതാണ്. ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഈ തലത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതായത് കുട്ടി ഒരു വിഷയം പഠിക്കുമ്പോൾ അത് ബൈഹാർട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് നേടുമ്പോൾ നമ്മൾ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ആ കുട്ടിയുടെ അതുവരെയുള്ള വിവരത്തെ നാളെ അറിവും വിജ്ഞാനവും മാറ്റാൻ ഉള്ള ശ്രമം അച്ഛനമ്മമാരുടെയും അധ്യാപകരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവണം. കുട്ടിയെ പ്രോംപ്റ്റ് ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് എന്താണ് കാരണം? എന്താ അതിന്റെ കാരണം? ഇപ്പൊ ഇടിവെട്ടുണ്ടോ?
എന്താ അറിയൂ? ഇല്ല. ഒരു 2-3 മാസം കൊണ്ട് തുലാമാവുമ്പോൾ ഇടി വെട്ടുമോ? അതുമില്ല. കാസർഗോഡ് തൃശ്ശൂർ വെട്ടും. ആ, അത് വ്യതിയാനമാണ്, കാലാവസ്ഥ വ്യതിയാനം സ്ഥിരമായിട്ട്. ഇപ്പോഴത്തെ ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയാം. പിടിപെട്ടില്ല ഇല്ലേ ഭാഷ? ആ, മനസ്സിലായിട്ടോ? തുലാമാസം ഇപ്പം എന്താ വെടിവെട്ടുണ്ട്, മനസ്സിലായില്ലേ? എന്താ മനസ്സിലായില്ലേ? വെടിവെട്ടുണ്ട്. ഏത് കാലത്ത് വെടിവെട്ടുന്നത്? തുലാമാസം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ വരും കേട്ടോ. എന്ത് പറയും? തുലാമാസില് എന്നാ ഇടിവെട്ടണേ എന്ന് വരും കേട്ടോ. അവിടെ നിൽക്കാം. അതേ കുട്ടിയെ അതേ പ്രകൃതി ഉപയോഗിച്ച് വേറെ രീതിയിൽ ഞാൻ നോക്കി. സിമ്പിളായി. പിടിപെട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം പറഞ്ഞ പോലെ ഇന്നലെ ഒരെണ്ണം വെട്ടിയിട്ടുണ്ടെന്ന് ചിലപ്പോൾ പറയില്ല, എങ്കിലും ജനറൽ വെട്ടുന്നില്ല. തുലാമാസ് കാത്തിരിക്കുക, അവിടെ നിന്നോട്ടെ, അതൊക്കെ അവൻ്റെ ഉള്ളിലുണ്ട്. തുലാമാസം ആകുമ്പോൾ പറയൂ നമ്മൾ ക്ലാസ്സിൽ ഞെട്ടി വെക്കും. അയ്യോ സൂക്ഷിച്ചിരുന്നുള്ളൂ കേട്ടോ, അതൊക്കെ വേണം കേട്ടോ. പ്ലസ് ഇതെന്താ ഇപ്പോ? പറയൂ, ഇതെന്താ ഇപ്പോ? ഇടി വെട്ടി. എവിടേക്ക് പൊക്കുക? ഒന്ന് പറഞ്ഞ് ഞാൻ പൊക്കോളാം. എവിടേക്ക് പൊക്കുകയാണ്? എവിടേക്ക് കുട്ടിയെ പൊക്കുക? എവിടെ? കുട്ടിയുടെ ബ്രെയിനിനെ പറയുമ്പോ എനിക്കറിയണ്ടല്ല, കുട്ടിയുടെ ബ്രെയിനെ ഉയർത്തുക. കേൾക്കുണ്ടോ? ആ ഫിലോസഫി മനസ്സിലാവില്ല. ഇടിവെട്ടി. നമ്മുടെ കർക്കിടക മാസത്തിൽ കണ്ടല്ലേ ഇടിയൊന്നുമില്ല. ഇല്ല ഇപ്പൊ കണ്ട. വേറെ തരത്തിലും പറയാം, പേടിച്ചോട്ടോ, തൊഴുത്ത് നിന്നോട്ടോ. കേൾക്കുണ്ടോ? ഞാൻ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പറയില്ല. അങ്ങനെയും അതിനെ ആവാം. ഇപ്പൊ ഇടിവെട്ടിയത് ഉണ്ടാവുക. ഇതെന്താ മോനെ, എന്താ മോളെ ഇപ്പൊ ഇടിവെട്ടിയത്? ഇപ്പോഴല്ല, തുലാമാസം എന്താ ഇടിവെട്ടിയത്? എന്താ ഇടിവെട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ മനസ്സിൽ പറയും, തിരിച്ച് പറയും, ശരി അതെന്താ? അതെന്ത് ഇപ്പൊ ഇടിവെട്ടിയത്? കർക്കിടക മാസത്തിൽ ഇടിവെട്ടില്ലല്ലോ, തുലാമാസിൽ ഇടിവെട്ടുണ്ടല്ലോ. ഇതാണ് കുട്ടി വളർത്തൽ. ഇന്നത്തെ വളർത്തൽ അതാണ്. ഇതെന്തത്? പെട്ടെന്നും പറയണ്ടേ എന്തത്? അവൻ അതെന്താ പക്ഷേ എന്താ? അങ്ങനെ അവന് പല ചിന്തയില് ബ്രെയിനിങ്ങനെ ന്യൂറോൺസ് ഇങ്ങനെ വളരെയാണ്. മനസ്സ് നോക്കുക, ശ്രദ്ധിക്കുന്ന കുട്ടിയുടെ മനസ്സിൽ ബ്രെയിനിൽ പ്രകാശം ഉണ്ടാവും. ഇങ്ങോട്ട് നോക്കൂ, ഞാൻ പറഞ്ഞു കേട്ടില്ല. ശ്രദ്ധിക്കുമ്പോൾ ബ്രെയിൻ പ്രകാശിക്കുന്നു, ബ്രെയിനിലെ ന്യൂറോൺസ് ഉണരും, ബ്രെയിനിലെ ഹോർമോൺസ് ഉണരും, അലർട്ടാവും, വൈബ്രന്റ് ആകും, ബ്രെയിൻ പ്രവർത്തിക്കാൻ തുടങ്ങും. ബ്രെയിനിന്റെ വളർച്ചയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ആ ബ്രെയിനെ പ്രചോദിപ്പിച്ച് വളർത്തണം. ഇതാട്ടോ ഒന്നുകൂടി പറയടാ, കണപ്പടം പറയേ. അവിടെ ബ്രെയിൻ ഇങ്ങനെ നിശ്ചലായിട്ട് നിൽക്കുക. ഇതെന്താ? അത് ശരിയല്ലോ. എന്താ മാഷേ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഇടിയുണ്ടല്ലോ, അപ്പൊ എന്തോ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ബ്രെയിൻ വളർത്തുടങ്ങിയ. അങ്ങനെ വന്ന് അവനെ എന്തെങ്ങനെ അത് ജീവിതത്തിലേക്കുള്ള പഠനമാണ്. ഇത് സിമ്പിളാണ്. നമ്മുടെ ചുറ്റും ഓസോൺ അല്ലേ? ഓസോൺ കൂട ഇതിന്റെ ചുറ്റുമുണ്ട്. ശരി, എന്തിനാണ് ഓസോൺ കൂട? സൂര്യനിൽ നിന്ന് അൾട്രാ വയലറ്റ് രശ്മി ഭൂമിയിലേക്ക് വരാതിരിക്കാൻ. ആരാ തടയുക? ഓസോൺ തടയും. ഓഹോ, അപ്പോൾ അന്തരീക്ഷത്തിലെ അൾട്രാ വയലറ്റ് ഇവിടെ വന്നെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോകും. കരിയാതിരിക്കാൻ ഓസോൺ കൂടെയുണ്ട്. മനസ്സിലായി? അത്രയൊക്കെ ഇൻഫർമേഷൻ, അതൊക്കെ ഇൻഫർമേഷൻസാണ്. അത് കുറച്ച് കഴിഞ്ഞെങ്കിൽ വർഷക്കാലത്തെ ഈ വക കണ്ട് അത് കുറയും. അങ്ങനെ അത് ഡിപ്ലീറ്റ് ചെയ്ത് ഓട്ടയൊക്കെ വീഴും. ഓസോൺ ഒന്ന് ചടയ്ക്കും. ചടച്ചാൽ ആര് പുറത്തേക്ക് വരും? അൾട്രാ വയലറ്റ് രശ്മി പുറത്തേക്ക് വരും. അപ്പൊ അതുകൊണ്ട് നോക്കണേ, നോക്കൂ. അതുകൊണ്ട് അവൾ ഓസോൺ പുതിയതായി ഉണ്ടായി ഈ ഓട്ടയൊക്കെ അടയ്ക്കണം. ഓസോൺ ഉണ്ടാവണമെങ്കിൽ 3 ഓക്സിജൻ കൂടി ചേരണം. 3 ഓക്സിജൻ കൂടി ചേരണമെങ്കിൽ നല്ല ചൂട് വേണം. നല്ല ചൂട് എന്ന് പറഞ്ഞാൽ തീപ്പെട്ടിക്കുള്ളി വെച്ചത് പോരാ, സിഗരറ്റ് ലൈറ്റ് വെച്ചത് പോരാ, ഗ്യാസിന്റെ ലൈറ്റ് പോരാ,
പറയൂ. അതിനേക്കാൾ ചൂട് വേണം. ആ ചൂട് പ്രകൃതി ഉണ്ടാക്കുന്നത് തുലാമാസത്തിലാണ്. ഞാൻ വെറുതെ ബുദ്ധിമുട്ടാന്നല്ലാണ്. കേൾക്കണ്ട? മനസ്സിലാവണ്ട? എവിടെ എത്തിയുന്ന കുട്ടി മനസ്സ് ഓ ഇടിവെട്ടുക എന്നുള്ളത് നമുക്ക് ഒരു അനുഭവമാണ്, ഒരു ഇൻഫർമേഷനാണ്. അവിടെ നിന്ന് വിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് അവന്റെ മനസ്സിനെ ബ്രെയിനിനെ ഉയർത്തണം. ഇവിടെ അധ്യാപകൻ, പണ്ടത്തെ അധ്യാപകനല്ല പുതിയ അധ്യാപകൻ. ഇന്ന് ടീച്ചർ സെന്റേഡ് അല്ല, കേൾക്കണ്ടോ? ചൈൽഡ് സെന്റേഡാണ്. അധ്യാപകനും വിദ്യാർത്ഥിയും ചേർന്നിരുന്ന പഠിക്കേണ്ടത്. പണ്ടത്തെ അധ്യാപക കേന്ദ്രീകൃത ഞാൻ പറഞ്ഞത് പഠിച്ചാൽ മതി, ഞാൻ പറഞ്ഞത് പഠിച്ച അധ്യാപകനാണ് എല്ലാം. അത് വെച്ചിട്ട് കാല് കൈയൊക്കെ കഴുകണതൊക്കെ ഇത് മനുഷ്യന്റെ മറ്റേ അധ്യാപകനാണ്. അധ്യാപകനേക്കാൾ വിവരമുള്ളവരാണ് കുട്ടികൾ മുമ്പിലിരിക്കുന്നവര്. ഈ ഇൻഫർമേഷൻസിന്റെ പ്രളയം നടക്കുകയാണ്. ഇൻഫർമേഷൻസിന്റെ പ്രളയം. ഞാൻ പറഞ്ഞു ഇൻഫർമേഷൻ കിട്ടാൻ 2 കിലോമീറ്റർ നടന്ന് വായനശാലയിൽ പോകണം, അല്ലെങ്കിൽ വരേണ്ട വഴിയില്ല. ഇന്ന് ഇൻഫർമേഷൻസിന്റെ പ്രളയമാണ്. പ്രളയം കുട്ടികൾക്ക്. അവരത്രയും ഇൻഫർമേഷൻ, ഫ്ലഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നടക്കാൻ നിൽക്കുന്നത് അത് മുഴുവൻ അവർക്കറിയാം. പക്ഷേ അവർക്കതിനെ അറിവാക്കി മാറ്റാൻ എന്താന്ന് അറിയില്ല. അതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആരധ്യാപകൻ? ശ്രദ്ധിക്കണേ, ഇവിടെ നിർത്താൻ വേണമെങ്കിൽ ആരധ്യാപകൻ? ആരാണ് അധ്യാപകൻ? വിവരങ്ങൾ കുട്ടിക്ക് പകർന്നു കൊടുത്ത് അതിനെ ഒരുക്കുന്ന ആളല്ല. നമ്മളെക്കാൾ ഇൻഫർമേഷൻസ് കിട്ടുന്നവരാണ് ഇന്ന് വിദ്യാർത്ഥികൾ. നോക്കൂ നോക്കൂ, കുട്ടിയുടെ മനസ്സിനെ ഇവിടെ നോക്കണേ. കുട്ടിയുടെ മനസ്സിനെ അറിവിന്റെ പ്രഭവ സ്രോതസ്സുകളിലേക്ക് തുറന്നു കൊടുക്കുന്ന വ്യക്തിയാണ് അധ്യാപകൻ. മനസ്സിലായില്ല? കേൾക്കുന്നുണ്ടോ? വിവരം പറഞ്ഞു തുടങ്ങണോ? വേണ്ട, അത് എവിടെ നിന്ന് കിട്ടും? അത് ഇഷ്ടം പോലെ കിട്ടും. പ്ലെന്റിയാണ്, ഇഷ്ടം പോലെ വിവരം. അവനില്ലാത്തത് അല്ലെങ്കിൽ അവനെ ഒത്തിക്കേണ്ടത് എവിടേക്കാണ്? അറിവിലേക്കാണ്. അറിവിന്റെ പ്രഭവ സ്രോതസ്സുകളിലേക്ക് കുട്ടിയുടെ മനസ്സിനെ തുറന്നു കൊടുക്കുന്ന വ്യക്തിയാണ് ഇതാണ് നമ്മുടെ പണി. അധ്യാപകന്റെ പണി അതാണ്. അറിവിന്റെ പ്രഭവ സ്രോതസ്സുകളിലേക്ക് കുട്ടിയുടെ മനസ്സിനെ തുറന്നു കൊടുക്കുക. വിവരത്തിന്റെ സ്രോതസ്സുകളിലേക്ക് കുട്ടി എത്തുന്നുണ്ട് അവന്റെ ഡിവൈസുകളിലൂടെ. പക്ഷെ അറിവിന്റെ പ്രഭവ സ്രോതസ്സിലേക്ക് ആ വിവരത്തിലൂടെ എത്താൻ അവന് കഴിയില്ല. ആ അറിവിന്റെ സ്രോതസ്സുകളിലേക്ക് തുറന്നു കൊടുക്കുക നമ്മുടെ മനസ്സ്, ആ കുട്ടിയുടെ മനസ്സ്. അതാണ് അധ്യാപകൻ. അധ്യാപകനും കുട്ടിയും മുമ്പ് ഒരുപോലെയാണ്. പരസ്പരം പഠിച്ചാണ് കുട്ടിയും അധ്യാപകനും വളരുന്നത്. അതാണ് ഇന്ന് അധ്യാപക വിദ്യാർത്ഥി ബന്ധം. ശിശു കേന്ദ്രീകൃതമാണ്, അധ്യാപക കേന്ദ്രീകൃതമല്ല. ആധുനിക വിദ്യാഭ്യാസം ശിശു കേന്ദ്രീകൃതമാണ്. ശിശു ആരാണെന്ന് മനസ്സിലാക്കണം, ആ കുട്ടി ആരാണെന്ന് മനസ്സിലാക്കുക. എന്ത് കോഴ്സ് എടുക്കണം, ഇതൊക്കെ ചോദ്യങ്ങളാണ്. കുട്ടി എന്താണോ അതനുസരിച്ച് വേണം കുട്ടിയെ വളർത്താൻ. കുട്ടിയെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്, കുട്ടിയെ പ്രോത്സാഹിപ്പിക്കണം. ആധുനിക മനഃശാസ്ത്രം, ആധുനിക വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചാൽ എന്താ നോക്കിയോ, കുട്ടിയുടെ മനസ്സ് ഇങ്ങനെ സന്തോഷിക്കും. കുട്ടിയുടെ മനസ്സ് സന്തോഷിക്കുമ്പോൾ ഡോപ്പമീൻ ധാരാളം പ്രൊഡ്യൂസ് ചെയ്യും, ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യും. ആ ന്യൂറോ ട്രാൻസ്മിറ്റർ ബ്രെയിനെ പ്രകാശിപ്പിക്കും. അതായത് നമ്മൾ നല്ലതുപോലെ പ്രോത്സാഹിപ്പിച്ചാൽ മനസ്സിലാവുന്നോ? പ്രോത്സാഹിപ്പിച്ചാൽ കുട്ടിയുടെ മനസ്സ് ജ്വലിക്കും, സന്തോഷിക്കും, ഉണരും. അപ്പോൾ ബ്രെയിൻ വളരും. ബ്രെയിനിലെ ഡോപ്പമീൻ എന്ന് പറയുന്ന ഹോർമോൺ വളരും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. അവ കൂടുതൽ ആശയങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതോടെ പുതിയ ലോകത്തിലേക്ക് അവൻ എത്തും. അതുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിരുത്സാഹപ്പെടുത്തിയാൽ നേരെ തിരിച്ചാൽ. നിരുത്സാഹപ്പെടുത്തുമ്പോൾ മനസ്സ് തളരും, വേദനിക്കും, നൊമ്പരപ്പെടും. ബ്രെയിനിലെ ഹോർമോൺസ് ഉൽപാദനം വേറെ തരത്തിലായിരിക്കും. വേറെ തരത്തിലുള്ള ഹോർമോൺസ് ഉൽപാദനം ബ്രെയിനെ ജ്വലിപ്പിക്കുകയല്ല ചെയ്യുക, അതിനെ തളർത്തുക ചെയ്യുക. അതുകൊണ്ട് നിരുത്സാഹപ്പെടുത്താതെ പ്രോത്സാഹിപ്പിച്ച് കുട്ടിയുടെ ബ്രെയിൻ വളർച്ചയെ സുഗമമാക്കുക എന്നുള്ളതാണ് അധ്യാപകന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, മാതാപിതാക്കളുടെ. അതുപോലെ ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താം.
ജീവിത പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അച്ഛനമ്മമാരും ചിലരൊക്കെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് പറയുന്നു. ജനാധിപത്യ മതനിരപേക്ഷ സംസ്കാരം കുട്ടിയുടെ വളർച്ചയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം പൊതുവിദ്യാലയങ്ങളിലേ കിട്ടുള്ളൂ. ജാതിയും മതവും ഒക്കെ ചിന്തിച്ച് മനുഷ്യനെ പരസ്പരം വൈരത്തിലെത്തിക്കുന്ന, മനസ്സിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യാഭ്യാസമാണ്. കുമാരനാശാന്റെ കവിത എഴുതിയിട്ടുണ്ട്, കുറേ ഉണ്ട്. അതിലേറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നത് ചണ്ടാല ഭിക്ഷുകിയാണ്. അതിൽ ഒരൊറ്റ വാക്ക് നോക്കൂ, ഒരൊറ്റ വാക്ക് കേന്ദ്ര ആശയം, ഒരൊറ്റ വാക്കാണ് ഈ വലിയ കവിതയായിരുന്നു. ഒരൊറ്റ വാക്ക്. ഏതാ വാക്കെന്നറിയുമോ? ഏതാ വാക്കെന്നറിയുമോ? ദാഹം. ദാഹം എന്നുള്ള ആശയമാണ് ചണ്ടാല ഭിക്ഷുകി കവിതയായിട്ട് മാറിയത്. എന്തിനാണ് ഞാൻ കുമാരാശനം ചെയ്തത്? ഒറ്റ ലക്ഷ്യമാണ്, മനസ്സിനെ മതനിരപേക്ഷ സങ്കല്പത്തിലേക്ക് കൊണ്ട് നവോത്ഥാനം. ഇവിടെ ഇരിക്കുന്ന ആർക്കാ ദാഹിക്കാത്തത്? ഇവിടെ ഇരിക്കുന്നവരല്ല, ഭൂമിയിൽ ആർക്കാ ദാഹിക്കാത്തത്? മനുഷ്യർക്ക് മാത്രമാണ് ദാഹം? മൃഗങ്ങൾക്കില്ലേ? സസ്യങ്ങൾക്കില്ലേ? ദാഹം ഇല്ലാത്ത ആരാളെ? ജാതി തിരിച്ചാണ് ദാഹം? മതം തിരിച്ചാ ദാഹം? ആണോ? ഓരോ വാക്കുകളിലൂടെ അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും തലങ്ങളിലേക്ക് മനസ്സിൽ ഉണർത്തുന്ന കവിതയെ കൂടെ ഉയർത്തിയെന്ന് ഞാൻ പറഞ്ഞു. ആലോചിച്ചു. ദാഹം. എന്തിനാ വാക്കുകൾ മഹാരാഷ്ട്ര സെലക്ട് ചെയ്തത്? ഇവിടെ അധ്യാപകരുടെ പൊട്ടൻഷ്യൽ അറിയാം. അതുകൊണ്ട് നിരുത്സാഹപ്പെടുത്താതെ പ്രോത്സാഹിപ്പിച്ച് കുട്ടിയുടെ ബ്രെയിൻ വളർച്ചയെ സുഗമമാക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, മാതാപിതാക്കളുടെ. അതുപോലെ ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താം. ജീവിത പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അച്ഛനമ്മമാരും ചിലരൊക്കെ ഉണ്ടാവും എന്നുള്ളതെന്ന് പറയുന്നു. ജനാധിപത്യ മതനിരപേക്ഷ സംസ്കാരം കുട്ടിയുടെ വളർച്ചയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം പൊതുവിദ്യാലയങ്ങളിലേ കിട്ടുള്ളൂ. ജാതിയും മതവും ഒക്കെ ചിന്തിച്ച് മനുഷ്യനെ പരസ്പരം വൈരത്തിലെത്തിക്കുന്ന, മനസ്സിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യാഭ്യാസമാണ്. കുമാരനാശാന്റെ കവിത എഴുതിയിട്ടുണ്ട്, കുറേ ഉണ്ട്. അതിലേറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നത് ചണ്ടാല ഭിക്ഷുകിയാണ്. അതിൽ ഒരൊറ്റ വാക്ക് നോക്കൂ, ഒരൊറ്റ വാക്ക് കേന്ദ്ര ആശയം, ഒരൊറ്റ വാക്കാണ് ഈ വലിയ കവിതയായിരുന്നു. ഒരൊറ്റ വാക്ക്. ഏതാ വാക്കെന്നറിയുമോ? ഏതാ വാക്കെന്നറിയുമോ? ദാഹം. ദാഹം എന്നുള്ള ആശയമാണ് ചണ്ടാല ഭിക്ഷുകി കവിതയായിട്ട് മാറിയത്. എന്തിനാണ് ഇതിന് കുമാരാശനം ചെയ്തത്? ഒറ്റ ലക്ഷ്യമാണ്, മനസ്സിനെ മതനിരപേക്ഷ സങ്കല്പത്തിലേക്ക് കൊണ്ട് നവോത്ഥാനം. ഇവിടെ ഇരിക്കുന്ന ആർക്കാ ദാഹിക്കാത്തത്? ഇവിടെ ഇരിക്കുന്നവരല്ല, ഭൂമിയിൽ ആർക്കാ ദാഹിക്കാത്തത്? മനുഷ്യർക്ക് മാത്രമാണ് ദാഹം? മൃഗങ്ങൾക്കില്ലേ? സസ്യങ്ങൾക്കില്ലേ? ദാഹം ഇല്ലാത്ത ആരാളെ? ജാതി തിരിച്ചാണ് ദാഹം? മതം തിരിച്ചാ ദാഹം? ആണോ? ഓരോ വാക്കുകളിലൂടെ അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും തലങ്ങളിലേക്ക് മനസ്സിൽ വളർത്തുന്ന കവിതയെ കൂടെ ഉയർത്തിയെന്ന് ഞാൻ പറഞ്ഞു. ആലോചിച്ചു. ദാഹം. എന്തിനാ വാക്കുകൾ മഹാരാഷ്ട്ര സെലക്ട് ചെയ്തത്? ഇവിടെ അധ്യാപകരുടെ പൊട്ടൻഷ്യൽ അറിയാം. ഞാൻ ഇവിടെ പറഞ്ഞത് സൊസൈറ്റികളൊക്കെ അങ്ങനെ കുറക്കാൻ അക്ഷരന്മാരൊക്കെ ഇരിക്കുമ്പോൾ എന്തും പറഞ്ഞു തുടങ്ങണം എന്നങ്ങനെ വിചാരിച്ചിരിക്കുന്നു. മുമ്പിൽ കണ്ടിട്ടുണ്ട് ഒരാളുടെ കയ്യിലൊരു കൊഴുക്കട്ട, മറ്റേയാളുടെ കയ്യിലൊരു കട്ട്ലറ്റ് ഉണ്ടാകുന്നു. ഞാൻ കണ്ടുകൊണ്ടുണ്ടെന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കട്ട്ലറ്റുകാരി ആ കട്ട്ലറ്റ് മറ്റേ കുട്ടിയുടെ വായിലോട്ട് പോകും. അപ്പോൾ കൊഴുക്കട്ട ഈ കുട്ടിയുടെ വായിലോട്ട് കുഴി. അതിനിപ്പോൾ എന്തോ നല്ല മട്ടിലിരിക്കുന്നത് കേൾക്കണ്ട. ഇതാണ് മരണം. ഇതേത് ജാതിയാണ്? പറയൂ, ഇതേത് മതമാണ്?
ആ സ്നേഹം, കരുണ എന്ന് കുമാരനാശാൻ. സ്നേഹം ജാതി തിരിച്ച, മതം തിരിച്ച, അല്ല. ജ്ഞാനത്തിന്റെ ലോകത്തെത്തിയാൽ മനുഷ്യനാണ് എല്ലാവരും. ജ്ഞാനലോകത്തെത്തിയാൽ മനുഷ്യനാണ്. മനുഷ്യനേ ഉള്ളൂ, പ്രകൃതിയേ ഉള്ളൂ. പ്രകൃതിയുടെ വേദന നമ്മുടെ വേദനയാണ്, മറ്റുള്ളവരുടെ വേദന നമ്മുടെ വേദനയാണ്. മറ്റൊരാളുടെ വേദന എൻ്റെ വേദനയാകുമ്പോഴാണ് ഞാൻ വിദ്യാസമ്പന്നനാകുന്നത്. അതാണ് ഈ കവിതകളിലൂടെ അങ്ങനെ എത്ര 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 പറയാൻ. നിങ്ങൾ എത്ര കവിതകൾ പഠിപ്പിക്കുന്നു. കവിത പഠിപ്പിക്കുന്നില്ല, എന്താണ് ഇങ്ങനെ പഠിപ്പിക്കാൻ തോന്നുന്നു. ഒന്നുകൂടി പഠിക്കാം. അത് എടുത്ത് മലയപ്പുലേനാം 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 എന്താണ് മാടത്തിന് മാടം കൊട്ടാരല്ലേ, വീടല്ലേ, ബംഗ്ലാവല്ലേ? അല്ല, ആണോ? അല്ല. മലയപ്പുലിയന് മാറാം. എന്താ അയാൾക്ക് മാത്രം മാറാം? ഇവിടെ തമിഴന്മാർക്ക് ബംഗ്ലാവുണ്ടല്ലോ, കൊട്ടാരുണ്ടല്ലോ. എന്തേ മലയപ്പുലയത്തിന് മാടം, മലയപ്പുലയന് മാടം? കവിതയുടെ അവസാനം എത്തുമ്പോൾ ഇതിനൊക്കെ പകരം ചോദിക്കാതിരിക്കുമോ നിന്റെ പിന്മുറക്കാർ. കവിത പറഞ്ഞുകൊണ്ട് അറിയില്ലോട്ടോ, അല്ലാത്തൊന്നും കേൾക്കണ്ട. എവിടേക്ക് എത്തുന്നു ഒരു വിവരം, മനുഷ്യന്റെ ജ്ഞാനം. ഈ മാറ്റം കേരളത്തിൽ ഉണ്ടായതാണ് കേരളത്തിന്റെ വളർച്ചയുടെ അടിത്തറ. പണ്ടേ തന്നെ നമ്മൾ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ സങ്കല്പങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ അത് ടെക്നിക്കലും കൂടിയായിട്ട് എത്തിയെന്ന് മാത്രം. മതനിരപേക്ഷമായ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന, മനസ്സിനെ ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ അത്രയും നന്മ ഈ പ്രകൃതിയിലൊന്നുമില്ല. ഇത് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുകയല്ല, കുട്ടിയുടെ മനസ്സിനെ അറിവിന്റെ സ്രോതസ്സുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനാണ് മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടാവേണ്ടത്. വിവരം വേണ്ട, അവർക്കത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അനലൈസ് ചെയ്യാനും വിശകലനം ചെയ്യാനും ഒക്കെ പഠിപ്പിക്കണം, അത് പഠിപ്പിക്കണം. പക്ഷെ അവരെ അടുത്ത തലമുറ നോക്കിക്കോളൂ, എഴുതി വെച്ചോളൂ. ഇങ്ങനത്തെ ഒരു സദസ്സിന് മനസ്സിലാവും, ഒരു 20 കൊല്ലം കൂടി കഴിഞ്ഞാൽ അന്നത്തെ അധ്യാപകൻ അറിവിൽ നിന്ന് പറയുന്ന വിജ്ഞാനത്തിലേക്ക് എത്തിക്കുന്ന തലത്തിലേക്കാവും അധ്യാപകൻ നിൽക്കേണ്ടി വരുന്നത്. സാങ്കേതിക വിദ്യയൊക്കെ വിവരത്തിൽ നിന്ന് ഒന്ന് പറഞ്ഞാൽ ഞാൻ പൊക്കോളാം, അറിവിലേക്ക് എത്തിക്കത്തക്ക രീതിയിലായി മാറി വരും. ആ ഘട്ടത്തിൽ അധ്യാപകന്റെ ചുമതല അറിവിൽ നിന്ന് പറയുക വിജ്ഞാനത്തിലേക്ക് എത്തിക്കേണ്ടതായിരിക്കും. അവിടെ ഡീപ്പ് റീഡിങ് വേണം, മറ്റ് ഫിലോസഫികളുമായിട്ട് ബന്ധിപ്പിക്കണം. അപ്പൊ സ്വാവിജ്ഞാനത്തിലേക്ക്. ഇതാണ് മനുഷ്യന്റെ വളർച്ച. വരാൻ പോകുന്ന യുഗം ജ്ഞാനയുഗമാണ്. നോളജ് ഇക്കോണമി. നോളജ് ഇക്കോണമി എന്ന് പറയുന്ന ജ്ഞാനയുഗമാണ് വരാൻ പോകുന്നത്. അറിവാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ഉപകരണം, ഉൽപാദന ഉപകരണം, ചൂഷണ ഉപകരണം ഒക്കെ മാറാൻ പോകുന്നത്. അറിവ് അതൊന്നും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ ലോകം പോകുന്നത് നമ്മൾ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള തലങ്ങളിലേക്കാണ്. നമ്മുടെ കുട്ടി അവിടേക്ക് എത്തണം. വരാൻ പോകുന്ന ജ്ഞാനയുഗം നോക്കണേ, ജ്ഞാനയുഗം. നമ്മുടെ കുട്ടി വിവരയുഗത്തിൽ നിൽക്കുകയാണെങ്കിലോ വെക്കണ്ടോ? വരാൻ പോകുന്നത് ജ്ഞാനയുഗം, നമ്മുടെ കുട്ടി വിവരയുഗത്തിൽ. ആ സമൂഹത്തിൽ നിന്നും എന്താണ് ഔട്ട്ഡേറ്റഡ് ആകുന്നത്, പുറത്താവും. നമ്മുടെ മക്കളും ജ്ഞാനയുഗത്തിൽ, നോളജ് ഇക്കോണമിയിൽ നോളജ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നവരായിട്ട് മാറണം. നാളത്തെ വിദ്യാഭ്യാസം 20 കൊല്ലം നമ്മളിങ്ങനെ കണ്ടുവെന്നും വരില്ല. അന്ന് ഈ കാര്യം ചർച്ച ചെയ്യുന്നവര് നോക്കിക്കോളൂ. ഇതിൻ്റെ അപ്പുറത്തെ സ്റ്റേജ് ആവും അടുത്ത വിദ്യാഭ്യാസത്തെ പറയാം. ഇതാണ് മോഡേൺ എഡ്യൂക്കേഷൻ. അതിൻ്റെ ക്ലാസിക്കൽ എഡ്യൂക്കേഷൻ സങ്കല്പം മുഴുവൻ മാറിക്കഴിഞ്ഞു. പക്ഷേ ഒന്നുകൂടി കേട്ടോ, സന്ദർഭത്തിനനുസരിച്ച് പറയാം. പല ആൾക്കാർക്ക് മനസ്സിലാവാത്തതുകൊണ്ട്, എന്ന് നോക്കണേ, പല ആൾക്കാർക്ക് മനസ്സിലാവാത്തതുകൊണ്ട്
സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിന്റെ അളവുകോലുകൾ വെച്ചുകൊണ്ടാണ് പലരും ആധുനിക വിദ്യാഭ്യാസം അളക്കുന്നത്. അതുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസം ആ കുറവുണ്ട് ഈ കുറവുണ്ട് മോശം പറയുന്നത് കേൾക്കുണ്ടോ? തൂക്കം അളക്കാനുള്ള, നീളം അളക്കാനുള്ള മഴുക്കോല് കേട്ടില്ലേ? കാസർഗോഡ് മഴുക്കോല് അളക്കാനുള്ള പഴയ ഉപകരണം മഴുക്കോലാണ്. അപ്പോൾ അത് വെച്ച് അറിയാൻ അളക്കോ ഇല്ല. നാനോമീറ്റർ തലത്തിലാണ് ഇപ്പോൾ അളവൊക്കെ നടക്കുന്നത്. അതുപോലെ ക്ലാസിക്കൽ വിദ്യാഭ്യാസം, സാമ്പ്രദായിക വിദ്യാഭ്യാസം വിവരം മാത്രമാണ് പഠനം എന്ന് വരുന്ന വിദ്യാഭ്യാസത്തിന്റെ അളവുകോലുകൾ വെച്ചുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസത്തെ അളക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലാവില്ല, അളക്കാൻ പറ്റില്ല. അത് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, അളക്കുന്ന അളവുകോലുകളുടെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ അധ്യാപകർ കൂടിയുണ്ട് ഈ ഇത്രയും ഹരപ്പാ സ്കൂളിലൊക്കെ ഇത്രയും വലിയ വികസന പദ്ധതി ഉണ്ടാക്കുമ്പോൾ ആധുനിക വിദ്യാഭ്യാസത്തെ അളക്കാനുള്ള അളവുകോലുകൾ കൂടി ഉണ്ടാക്കുവാനുള്ള ശ്രമമാണ്. ഒരു കുട്ടിക്ക് എന്തെല്ലാം ചോദ്യം പരീക്ഷയ്ക്ക് വരുന്നത് പറഞ്ഞു നിർത്താം. പണ്ടത്തെ ചോദ്യം, മുല്ലപ്പൂവിന് എൻ്റെ നിറം എന്താ? മാർക്ക് കിട്ടി. ഇപ്പോഴത്തെ ചോദ്യം, മുല്ലപ്പൂവിൻ്റെ നിറം വെള്ളയാണെന്ന് അറിയാമല്ലോ. നമ്മുടെ കയ്യിലുള്ളത് പോയി പഴയ രീതിയിൽ കരുതി വെച്ചിരുന്നതാണ്. മുല്ലപ്പൂവിൻ്റെ നിറം വെള്ളയാണെന്ന് അറിയാമല്ലോ. എന്താണ് അതിന് കാരണം? ഇതാണ് ചോദ്യം. അറിവുണ്ടായിട്ടുണ്ടോന്നാ ചെക്ക് ചെയ്യണേ. കേൾക്കുന്നുണ്ടോ? വിവരമുണ്ടോന്നല്ല, അറിവുണ്ടായിട്ടുണ്ടോന്നാ ചെക്ക് ചെയ്യണേ. ശരി. ആ പരീക്ഷയ്ക്ക് വരുന്നത് അത്തരത്തിലാണ്. പക്ഷെ അത് അളക്കാൻ പഴയ അളവ് പോലും പോരാ. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. പരപ്പയിൽ അത് പരിശോധിച്ച് നോക്കൂ. കുട്ടികളോട് അങ്ങോട്ട് ചോദ്യം ചോദിച്ച് ഇങ്ങോട്ട് മറുപടി പറഞ്ഞ് മാർക്കിടുന്ന ക്ലാസിക്കൽ രീതി ഉപയോഗിച്ചോളൂ. പ്ലസ് കുട്ടികളോട് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ പറയൂ. അപ്പോൾ കുട്ടിയുടെ അറിവിൻ്റെ തല അറിയാം. മനസ്സിലായില്ല? കേൾക്കുന്നുണ്ടോ? വരാൻ പോകുന്ന പരീക്ഷ മാഷ് കുട്ടിയോട് ചോദിക്കല്ല, പറയൂ, കുട്ടി മാഷോട് ചോദിക്കുക. കുട്ടി മാഷോട് ചോദിക്കുമ്പോൾ കുട്ടിയുടെ വാക്ക് പറയൂ, അറിവിന്റെ തലം പറയൂ, വിവരത്തിന്റെ അല്ല, അറിവിന്റെ തലം നമുക്ക് മനസ്സിലാവും. അതുപോലെ മനസ്സിലായി വന്നാൽ ഞാൻ ചോദിച്ചത്, ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലെങ്കിലും ആ രശ്മിയെ കാണാൻ പറ്റുന്ന ഏതെങ്കിലും ജീവി ഭൂമിയിലുണ്ടോ മാഷേ എന്ന ചോദ്യത്തിന് 101 മാർക്കായിട്ട് കൊടുക്കേണ്ടത്. അറിവിന്റെ തലത്തിലേക്ക് കുട്ടി വളർന്നു കഴിഞ്ഞു. ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല. കാണാപ്പാഠം പഠിച്ച് വിവരശേഖരത്തിന്റെ കാലം കഴിഞ്ഞു, അറിവുൽപാദനത്തിന്റെ കാലം വന്നിരിക്കുന്നു. അതുകൊണ്ട് പരിശോധനയും അളവുകോലുകളും അത്തരത്തിൽ വേണം. അതുപോലും ഹരപ്പാ സ്കൂളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി വളരെ ഗംഭീരമാണ് എന്ന് ഒരിക്കൽ കൂടി അഭിപ്രായപ്പെട്ടുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം അറിയിക്കുന്നു.